അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് എൻ്റെ ആദ്യത്തെ സെഷനാണ്. സോ വളരെയധികം സന്തോഷമുണ്ട്. ആർ സി എം ഞാൻ ഏകദേശം ഒരു 18 വർഷമായിട്ട് ഈ ഒരു പ്രസ്ഥാനമായിട്ട് നേരിട്ടോ അല്ലാതെയുള്ള ഒരു ബന്ധം എനിക്കുണ്ട്. 18 വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം, എൻ്റെ ഒരു ചെറുപ്പകാലം, എൻ്റെ അഞ്ചാമത്തെ ആറാമത്തെ വയസ്സ് മുതൽ ഞാൻ ഈ ഒരു സിസ്റ്റം, ഈ ഒരു ആർ സി എം ആയിട്ട് റിലേറ്റഡ് ആണ്. അന്നൊക്കെ കടയിൽ പോകുമ്പോൾ എന്താ പറയാ, എനിക്ക് എന്ത് സാധനം വേണമെങ്കിലും ആർ സി എമ്മിൽ എടുക്കാം. ആ ഒരു ഫ്രീഡം എനിക്ക് എന്നും ഉണ്ട്. നമ്മൾ യൂഷ്വലി സൂപ്പർ മാർക്കറ്റിലെ പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ പിള്ളേർ എന്തെങ്കിലും മിഠായോ എന്തെങ്കിലുമൊക്കെ എടുക്കും. അപ്പൊ നമ്മൾ എന്താ പറയാ, വെക്കട അവിടെ എന്ന് പറയും. പക്ഷെ ഈ ഒരു ഫ്രീഡം എന്ത് ആർ സി എമ്മിന്റെ കടയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. എനിക്ക് എന്ത് വേണേലും ഇഷ്ടം പോലെ ആ കൊട്ടയിലോട്ട് ഇടാം. അപ്പൊ അങ്ങനെ ഒരു ഫ്രീഡം ശരിക്കും പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് എൻജോയ് ചെയ്തു. അങ്ങനെ ആർ സി എമ്മിന്റെ ഓരോ ഉൽപ്പന്നം നമ്മൾക്ക് മാർക്കറ്റിൽ വരുന്നത് എല്ലാം യൂസ് ചെയ്ത് അങ്ങനെ എന്താ പറയാ, ന്യൂട്രിചാർജ് കിഡ്സ് ഇറങ്ങിയ കാലം മുതൽ ഞാൻ കഴിക്കുന്ന ഒരാളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ക്ലിനിക്കലി പ്രൂവൺ എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ ക്ലിനിക്കൽ പ്രൂഫാണ് ഞാൻ. വളരെ അധികം എന്താ പറയാ സന്തോഷമുണ്ട്. കാരണം എന്റെ എന്റെ ഒരു ആ ഒരു സമയത്ത് ഇത് ഇറങ്ങി, നമ്മൾ അത്രയും കാലം പരസ്യത്തിന്റെ പിന്നാലെ ആയിരുന്നു. ഹോർലിക്സ് ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധാരാളം പരസ്യം കേട്ടിട്ടുണ്ട്. അത് ഞാൻ യൂസ് ചെയ്തായിരുന്നു കുറെ കാലം. അതിനുശേഷമാണ് ന്യൂട്രിചാർജ് കിഡ്സ് നമ്മുടെ ആർ സി എമ്മിൽ വരുന്നത്. അത് യൂസ് ചെയ്തു. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഒന്നും അത് അന്ന് ഈ പറഞ്ഞ പോലെ അനലൈസ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷെ സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം ആയിട്ട് എനിക്ക് ഡോക്ടറെ കാണിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. വളരെയധികം എന്താ പറയുക, ഇമ്മ്യൂൺ ആയിരുന്നു. രോഗപ്രതിരോധ ശക്തി വളരെ അധികം ഹൈ ആയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ആ ന്യൂട്രിചാർജ് കിഡ്സ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ധാരാളമായിട്ട് ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്തിട്ടുമുണ്ട്. ധാരാളമായിട്ട് ക്ലാസ്സുകളിൽ പോയിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു കാലയളവിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു 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 ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജേണി, ഞാനും ആർ സിയും തമ്മിലുള്ള ഒരു ജേണിയാണ് നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ലാസ്റ്റ് വരെ ഒന്ന് കേൾക്കുക. ഇതില് എല്ലാവർക്കും ഞാൻ വിശ്വസിക്കുന്ന ഇതിൽ 3 കൂട്ടം ആൾക്കാരുണ്ട്. അതായത് ആർ സി എമ്മിനെ പറ്റി അറിയാൻ വേണ്ടി വന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാകും. ആർ സി എമ്മിന്റെ സ്ട്രോങ് പില്ലേഴ്സ്, ലീഡേഴ്സ്, നെഞ്ചോട് ചേർത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ലീഡേഴ്സ് ഇതിലുണ്ടാകും. അതുപോലെ തന്നെ ആർ സി എമ്മിനെ പറ്റി അറിയാം, ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന, എന്നാൽ വലിയ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാത്ത കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം എല്ലാവർക്കും ഇതില് എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും അവസാനം വരെ ഡു എന്താ പറയുക, ഈ സെഷൻ മൊത്തം കേൾക്കാം. ഞാൻ ചെറിയൊരു PPT ഉണ്ടാക്കിയിട്ടുണ്ട്, ജസ്റ്റ് ഷെയർ ഇറ്റ്. അപ്പോ ഇത് ആർ സി എം, മൈ സയാമീസ് ട്വിൻ. ഞാനിത് പറയാനുള്ള കാരണം, ഈ ഒരു പേര് വെക്കാനുള്ള കാരണം, സത്യം പറഞ്ഞാൽ ആർ സി എം ഇന്നേക്ക് 25 വർഷം അല്ലെ. നമുക്കറിയാം, രൂപാന്തര യാത്ര സെലിബ്രേഷൻ കൊച്ചിയിലെ സിയാൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഇന്നേക്ക് 25ാമത്തെ വാർഷികം നമ്മൾ ആഘോഷിച്ചു. എന്റെ വയസ്സ് 25. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയാ, ഒരു ഇരട്ട സഹോദരങ്ങളെ പോലെയാണ്. അതാണ് ഞാൻ ഈ ഒരു പേര് വെക്കാൻ തന്നെ കാരണം. സത്യമാണ്, 25ാമത്തെ വാർഷികത്തിലാണ് ആർ സി എം രൂപാന്തരണ യാത്ര നടത്തിയതും 17,000 കിലോമീറ്റർ ഇന്ത്യ മൊത്തം നമുക്കറിയാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ 25ാമത്തെ വയസ്സിലാണ് എനിക്ക് ഡോക്ടർ എന്ന് പറഞ്ഞ എന്റെ പേരിന് മുന്നിൽ ഞാൻ ഒഫീഷ്യലി MBBS പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ഡോക്ടർ ആയത്. ബേസിക്കലി ഞങ്ങൾ രണ്ടുപേർക്കും സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ട്. അപ്പൊ അങ്ങനെ ആർ സി എം, അതാണ് ഞാൻ ഈ ഒരു പേരിടാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ആർ സി എം, മൈ സയാമിസ് ട്വിൻ. അത് ആ ഒരു എന്താ പറയാ, ഞങ്ങൾ ഒരേ ജേണി, അത് ഞങ്ങൾ ഒരേപോലെയാണ് പോയത്. ആർ സി എമ്മിന്റെ ഗ്രോത്ത് നിങ്ങൾക്ക് പലർക്കും അറിയാം. പണ്ടൊന്നും ആർ സി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങളൊക്കെ വളരെ കുറവാണ്. ആ ഒരു സാഹചര്യത്തില്, ആ ഒരു സമയത്താണ് അച്ഛൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും ഇതിനെപ്പറ്റി എന്താ പറയാ, ഫുൾ ടൈമർ ആയിട്ട് ആർ സി എം എന്നൊരു പ്രൊഫഷൻ ഏറ്റെടുക്കുകയും ചെയ്തത്. അപ്പൊ ഞാൻ ഒരു ജേണിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, ഒരു ലൈഫ് ജേണി. എന്റെയും ആർ സി എമ്മിന്റെ ഒരു കമ്പാരിസൺ പോലെ. ഈ പറഞ്ഞ പോലെ 2005, 2008 കാലഘട്ടം ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ, ഗ്രേറ്റ് അപ്ലൈൻ റൂബി ശ്രീ ഗോപകുമാർ സാറിൽ നിന്നും അച്ഛൻ ആർ സി എമ്മിനെ പറ്റി കേൾക്കുന്നതും. ആ 2005 സമയത്ത് അച്ഛൻ മെമ്പർഷിപ്പ് എടുത്തു. കൂടുതലൊന്നും വർക്കൊന്നും ചെയ്തിട്ടില്ല, മീറ്റിംഗ്സിന് അങ്ങനെ പോകാറൊന്നുമില്ല. അങ്ങനെ 2006 സമയത്താണ് അച്ഛൻ ഇതിനെ ആദ്യമായിട്ടൊരു വലിയ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതും അതിനെപ്പറ്റി ഒരു വിഷൻ അച്ഛന് കിട്ടുന്നതും. അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊരു തീരുമാനം എടുത്തു, ക്വിറ്റ് മൈ ജോബ്. അച്ഛൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു.
ഇന്ത്യൻ എയർഫോഴ്സിൽ 20 കൊല്ലം സർവീസ് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ട്, VRS, വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ. അച്ഛൻ അത് എടുത്തു. ആൻഡ് അച്ഛൻ തീരുമാനിച്ചു ഇനി എന്റെ ഫ്യൂച്ചർ RCMലായിരിക്കുന്നു. പക്ഷെ അച്ഛൻ ആ മീറ്റിംഗ് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അന്ന് അമ്മയ്ക്ക് എന്താണെന്ന് മനസ്സിലായില്ല, അമ്മയുടെ ഫാമിലിക്ക് എന്തായിരുന്നു എന്ന് മനസ്സിലായിട്ടില്ല, അച്ഛന്റെ ഫ്രണ്ട്സിന് RCM എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അച്ഛന്റെ ഫാമിലിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എല്ലാവരും സ്വാഭാവികമായിട്ടും എന്താണ്, നെഗറ്റീവായിരുന്നു. അച്ഛന് ചുറ്റും അച്ഛനോട് നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ മൊത്തം നെഗറ്റീവ്. നീ ചെയ്യുന്നത് എന്താണ്, മണ്ടത്തരമാണ്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് 5-8 വയസ്സൊക്കെ ഉള്ളൂ. അതൊന്നും ആ സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു വലിയൊരു തിരിച്ചറിവ് ഒന്നുമില്ല. എന്നാൽ ഞങ്ങള് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന ഒരു കട ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ കട നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും RCM എന്ത് ചെയ്യില്ല, നിങ്ങളുടെ പ്രൊഫഷൻ പോയിട്ട് ആ കടയിൽ പോലും കയറത്തില്ല. അങ്ങനത്തെ ഒരു കടയായിരുന്നു അന്ന്. എന്റെ ഓർമ്മയിൽ ഞാൻ ഇത് AI വെച്ച് ജനറേറ്റ് ചെയ്തതാണ്, പക്ഷെ ഏകദേശം 80% ഇതുപോലെയായിരുന്നു അന്നത്തെ കട. ഞങ്ങൾ 3 പേരും ഈ കടയിൽ നിന്ന് ചായപ്പൊടി മേടിക്കാറുണ്ടായിരുന്നു, സോപ്പ് മേടിക്കാറുണ്ടായിരുന്നു. അന്ന് RCMൽ അവൈലബിൾ ആയിരുന്ന ഒരു 20-30 ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു. അത് മൊത്തം ഇതുപോലെ ഇങ്ങനെ ഒന്ന് വിതറി ഇട്ടിരുന്ന ഒരു കട. അന്ന് ഈ ഒരു കട വിസിറ്റ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആ ഒരു മെമ്മറി വെച്ചിട്ട് ഞാനൊരു AI വെച്ച് ജനറേറ്റ് ചെയ്ത ഒരു പടമാണ് ഇത്. ഏകദേശം 80% ഇത് തന്നെയായിരുന്നു കട. ഇതിൽ അച്ഛൻ ഒരു വിഷൻ എങ്ങനെ കണ്ടു, ഈ ഒരു കടയിൽ ഈ ഒരു ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അച്ഛനുണ്ടായ വിഷൻ എങ്ങനെ വന്നു എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താ പറയാ, ഒരു യോഗം വേണമെന്ന് അച്ഛൻ എപ്പോഴും പറയും. RCM മനസ്സിലാക്കാനും പഠിക്കാനും അതിൽ വർക്ക് ചെയ്യാനും അതിൽ ജീവിക്കാനും ഒരു യോഗം വേണമെന്ന് അച്ഛൻ പറയാറുണ്ട്. അതാണ് സത്യമാണത്. അങ്ങനെ ആ ബാംഗ്ലൂർ കാലഘട്ടം ഞങ്ങള് ഈ പറഞ്ഞ പോലെ ഞാൻ അമ്മയും മാത്രം. അച്ഛൻ അങ്ങനെ 2006 ശേഷം ഒരു തീരുമാനം എടുത്തു, അച്ഛൻ RCM ചെയ്യും. അങ്ങനെ അച്ഛൻ 2006 ശേഷം അച്ഛൻ മാത്രം കേരളത്തോട്ട് വന്നു. ഞങ്ങൾ രണ്ടുപേരും, ഞാനും അമ്മയും ബാംഗ്ലൂര് ഞങ്ങളുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ തന്നെയായിരുന്നു. അങ്ങനെ 2008 അച്ഛൻ ഞങ്ങളെ കേരളത്തോട്ട് ക്ഷണിച്ചു. ഞങ്ങൾ അങ്ങനെ എറണാകുളത്ത് ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അച്ഛന് ശരിക്കും അന്നാണ് ഞാൻ അച്ഛൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അച്ഛന്റെ ജോലി, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കാലഘട്ടത്താണ് മനസ്സിലാക്കിയത്. പക്ഷെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്കൂള് അല്ലെ, എന്റെ സ്കൂൾ 9 മണിക്കാണ്, ഞാൻ എണീക്കുന്നത് ഒരു 7 മണിക്കാണെങ്കിൽ അച്ഛൻ ആ സമയമാകുമ്പോഴേക്കും വീട് വിട്ട് പോയിട്ടുണ്ടാവും. ഞാൻ രാത്രി 10-11 ആകുമ്പോൾ കിടക്കും. അച്ഛൻ അതിന് ശേഷമേ വീട്ടിൽ വരാറുള്ളൂ. എന്താണ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാനും കാണാറില്ല. അച്ഛൻ വീട്ടിലുണ്ട് എന്ന് മാത്രം, അല്ലാണ്ട് ഞാൻ പുള്ളിക്കാരനെ കാണാറേ ഇല്ലായിരുന്നു. ഓട്ടം, ഫുൾ ഓട്ടം. ഞങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻസിന് ഞാനും അമ്മയും മാത്രം പോകും. അങ്ങനത്തെ ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ ഏറ്റവും ഓടിയ ഒരു ടൈമാണ്. അതില് ഞങ്ങൾക്ക് അതിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളൊരു 4 വീലർ ആ ഒരു സമയത്താണ്, 2010 ഒരു 4 വീലർ ഞങ്ങൾ സ്വന്തമാക്കുന്നത്. 2010 ഒന്ന് ആലോചിക്കുക, ഈ 4 വീലർ ഇന്നേക്ക് 3,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ 3,50,000 2020 3,50,000 ഓടി. അതിനുശേഷം ഒരു 5 കൊല്ലം ഞാനാണ് കൈകാര്യം ചെയ്തത്. നിസ്സാരമായിട്ട് 1000 കിലോമീറ്റർ വരെ ഓടിക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട കാര്യം, 2010 വണ്ടി മേടിച്ചത്, 2020 ആകുമ്പോഴേക്കും 3,50,000 കിലോമീറ്റർ. 10 കൊല്ലം കൊണ്ട് 3,50,000 കിലോമീറ്റർ. 1 കൊല്ലം എന്ന് പറഞ്ഞാൽ 35,000 കിലോമീറ്റർ. ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3,000 കിലോമീറ്റർ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 100 കിലോമീറ്റർ. ഞാൻ പറഞ്ഞു വരുന്നത് മിനിമം ഒരു കൊല്ലം 365 ദിവസം 100 കിലോമീറ്റർ ഓടണം, എന്നാലേ ഈ വണ്ടി 3,50,000 കിലോമീറ്റർ സഞ്ചരിക്കുള്ളൂ. ആ ലെവൽ ഓട്ടം ഓടിയിട്ടുണ്ട്. വെറുതെ നേരം വെളുത്തപ്പോൾ ഞാൻ സഫയർ ആയ ആളല്ല. ഇന്ന് ശരിക്കും കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളെ എല്ലാം കേരളത്തിൽ മൊത്തം എത്തിച്ച് നമ്മുടെ ലീഡേഴ്സ് ഇഷ്ടംപോലെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് വലിയൊരു സ്ട്രോങ് ടീമിനെ അച്ഛൻ ക്രിയേറ്റ് ചെയ്തു എന്ന് വേണം സത്യം പറയാം. എന്നുവെച്ചാൽ ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു വിഷൻ കാണാൻ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കഴിയണം എന്നില്ല. പക്ഷെ ഈ ഒരു ഡെഡിക്കേഷൻ, ഈ ഒരു ഹാർഡ് വർക്കും ഇതിന്റെ പിന്നാലെ ഉണ്ട്. അപ്പം ഈ 2008, 2011 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു ഓട്ടം ഞാൻ ശരിക്കും കണ്ട കാലമാണ്. ഞാനും പല മീറ്റിംഗ്സിലൊക്കെ പോയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നോട്ടീസ് വിതരണത്തിനും ഞാനും അമ്മയും പല ഹോം മീറ്റിംഗ്സിലൊക്കെ പോയിട്ടുണ്ട്.
ഈ കാർ നിറച്ചു സാധനങ്ങളായിട്ട് എന്റെ പെട്ടീന്റെ മേത്തൊക്കെ ആയിട്ട് ഞാൻ ഇരുന്നുകൊണ്ടിരുന്ന ഈ എണ്ണയുടെ പെട്ടിയൊക്കെ ഉണ്ടാവും അതിന്റെ മുകളിലൊക്കെ ഇരുന്ന് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അഡ്വഞ്ചറസ് പീരീഡ് ആയിരുന്നു 2008 2011 വരെ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛനും കൂടെ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. ഭയങ്കര അഡ്വഞ്ചറസ് ഒരു പീരീഡ് ആയിരുന്നു അത്. അതിനുശേഷമാണ് ഞങ്ങൾ 2012-17 കാലഘട്ടത്തിൽ ഞങ്ങൾ തൃശ്ശൂർ വന്ന് സെറ്റിൽ ചെയ്തു. 42 ലക്ഷം മുടക്കി ഞങ്ങൾ തൃശ്ശൂർ ഒരു വീട് വെച്ചു. അങ്ങനെ തൃശ്ശൂര് ഇവിടെ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ അമ്മ ടീച്ചറായിരുന്നു. ഞാൻ അവിടെ തന്നെ പഠിച്ചു. എൻ്റെ +2 അവിടെ തന്നെ ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ട് 2018 എനിക്ക് എൻട്രൻസിൽ അഡ്മിഷൻ കിട്ടുന്നത്. ഓൾ ഇന്ത്യ റാങ്ക് 25,000, കേരള റാങ്ക് 3300 ആയിരുന്നു. ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കിട്ടാനുള്ള റാങ്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ മെറിറ്റിൽ പോലും അന്ന് ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5,32,000 രൂപയായിരുന്നു. 5,32,000. അപ്പൊ 5 കൊല്ലം കോഴ്സ് കഴിയുമ്പോഴേക്ക് ഏകദേശം 27-28 ലക്ഷം. അതിന്റെ കൂടെ ഹോസ്റ്റൽ ഫീസും അല്ലറ ചില്ലറ ചെലവുകൾ എല്ലാം കൂടി ചേർത്ത് ഒരു 30-35 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അച്ഛനോട് ഞാൻ ജോയിൻ ചെയ്യുന്ന മുമ്പ് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഏതാണ്, അച്ഛാ പറ്റുമോ, ഇത്രയും കാശ് മുടക്കാൻ അച്ഛന് പറ്റുമോ? 2008 അച്ഛൻ്റെ റൂബിയാണ്. 2008 ഏകദേശം 1 ലക്ഷം അല്ലെങ്കിൽ 1.5-2 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരു പൊസിഷൻ. അച്ഛൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം, നീ പഠിച്ച് കിട്ടിയതാണ്, യു ഡിസേർവ് ഇറ്റ്, നീ ധൈര്യമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു 5 കൊല്ലം ഈ പറഞ്ഞ പോലെ വനവാസം പോലെയായിരുന്നു. വീട്ടില് വല്ലപ്പോഴും വരും, കാരണം പബ്ലിക് ഹോളിഡേസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹോസ്പിറ്റൽസ് പബ്ലിക് ഹോളിഡേസിൽ ഒരിക്കലും അടച്ചിടാറില്ല. അങ്ങനെ യാതൊരു വിധത്തിലുള്ള അവധിയൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ഇവിടെ വരും. അന്ന് ഞാൻ പറയുകയും ചെയ്യും അച്ഛനോട്, യാതൊരു മീറ്റിംഗ് ഒന്നും എടുക്കരുത്, 2 ദിവസം എനിക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കാനുള്ളതാണ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. എന്നാൽ പോലും പലവട്ടം ഞാൻ മീറ്റിങ്ങിൽ പോയി ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ 2018 ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ MBBS ജോയിൻ ചെയ്യുന്നത്. 2024 ആയപ്പോഴേക്കും എന്റെ കോഴ്സ് കഴിഞ്ഞു. ഞാൻ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുഹൃത്തുക്കളെ, 5 വർഷം മുന്നേ ഞാൻ കണ്ട ആൾക്കാര് 5 വർഷത്തിന് ശേഷം ഒരു 5 വയസ്സ് കുറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പറയാം, 5 വർഷത്തിന് മുന്നേ ഞാൻ കണ്ട ആൾക്കാര് 5 വർഷത്തിന് ശേഷം 5 വയസ്സ് കുറഞ്ഞിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അവർ ലൈഫിൽ ഹാപ്പി ആയിരുന്നു, അവർ ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, അവർക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, ടൈം ഫ്രീഡം ഉണ്ട്, അവർ ഹെൽത്തി ആയിരുന്നു, അവരുടെ ഡയറ്റ് നല്ലതായിരുന്നു, അവരുടെ ഡയറ്റിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ എന്താ പറയുക, നമുക്ക് മനുഷ്യന് വേണ്ട സകലമായ കാര്യങ്ങൾ, ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ട് ഹാപ്പി ആയിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടി. അതിൽ മെയിൻ സംഭവം ഞാൻ എപ്പോഴും എല്ലാ മീറ്റിലും പറയുന്ന ഒരു കാര്യമാണ് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ. അത് ഏറ്റവും കൂടുതൽ കിട്ടി എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അല്ലാണ്ടൊന്നും പ്രായം ഇത്രയൊന്നും ആർക്കും കുറയില്ല. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതെനിക്ക് പെട്ടെന്ന് ഇപ്പൊ വന്ന എക്സാമ്പിളാണ്. ഞാൻ 5 കൊല്ലം മുന്നേ നമ്മുടെ വടക്കാഞ്ചേരിയിലുള്ള സജിത മാഡത്തിനെ കണ്ടിട്ടുണ്ട്. ഞാൻ 5 കൊല്ലത്തിന് ശേഷം, എനിക്ക് മാഡത്തിന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ ഒരു ULP പ്രോഗ്രാമില് 2024 മാഡത്തിനെ കണ്ടു. അന്ന് പുള്ളിക്കാരി കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു അമ്മൂമ്മയാണ്, മനസ്സിലാവത്ത് പോലും ഇല്ല. അപ്പൊ അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ധാരാളം, നമ്മുടെ സജീവ് സാറിനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ധാരാളം ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പൊ ഇവരുടെയൊക്കെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാനൊന്ന് പഠനം ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ 180 ഡിഗ്രി മാറി, നേരെ ഓപ്പോസിറ്റ് ആയി. എങ്ങനെയായിരുന്നു ലൈഫ് ഉണ്ടായിരുന്ന അവരുടെ നേരെ ഓപ്പോസിറ്റ് ആയി അത് മാറി. വളരെയധികം സന്തോഷം. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ സംഭവിച്ചു, ഇപ്പം ഈ ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും പറ്റുമോ, എന്താണ് ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്, ഇതാണ് ഇന്ന് RCMന്റെ കടയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ MBBS കഴിഞ്ഞു വരുമ്പോൾ ഞാൻ കണ്ട RCMന്റെ കട എന്ന് പറയുന്നത്, നോക്കൂ, ഒരു സൈഡിൽ ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഒരു സൈഡിൽ നമുക്ക് പെയിന്റ് ഉണ്ട്, FMCG എല്ലാം പ്രോഡക്ട്സും ഇന്ന് അവൈലബിൾ ആ. ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ്, എവറിത്തിങ് ഇസ് ദയർ. RCMൽ ഇന്നിപ്പോ എല്ലാം ഉണ്ട്. അതുപോലെ RCM വളർന്നു. ഞാൻ ആദ്യം കാണിച്ച കട നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ദിസ് പിക്ചർ ഷുഡ് ബി ദയർ. കാരണം ഇത്രയധികം RCM വളർന്നു സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന കോട്ട്, എല്ലാ വസ്ത്രങ്ങളും RCMന്റെയാണ്. എന്റെ റൂമിൽ ഫുള്ള്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്റെ ഹോസ്റ്റലില് ഒരു ഷെൽഫുണ്ട്. ആ ഷെൽഫിലുള്ള എല്ലാ വസ്തുക്കളും, നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഡിസ്പ്ലേ വാള് പോലെയായിരുന്നു എന്റെ ഹോസ്റ്റലിലെ ഷെൽഫ്. എല്ലാം പേസ്റ്റ്, ബ്രഷ് എല്ലാം RCMന്റെ. അപ്പൊ ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്ന് എവിടെ ഉണ്ട്, RCMൽ ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി
എന്ത് ചെയ്യാ, ഇന്നത്തെ അവസ്ഥ എന്താണ്, ഇന്നത്തെ ഒരു കറണ്ട് സിനാരിയോ, ഇന്ന് ശരിക്കും യൂത്ത് ആവട്ടെ അല്ലെങ്കിൽ ഏത് പ്രായക്കാരാവട്ടെ എല്ലാരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സത്യം പറഞ്ഞാൽ അത് കുറെ ഉണ്ട്. ഞാൻ വളരെ കട്ട് ഷോർട്ട് ചെയ്ത് പറയാം. ഇന്ന് സത്യം പറഞ്ഞാൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം അൺഎംപ്ലോയ്മെന്റ് ആണ്. സത്യം. നമുക്ക് ഈ അടുത്ത് കേട്ട വലിയൊരു ന്യൂസ് ആണ്, ആമസോൺ പോലത്തെ കമ്പനി 14,000 എംപ്ലോയീസിനെ എന്ത് ചെയ്തു, പിരിച്ചുവിട്ടു. ആമസോൺ പോലത്തെ ഒരു കമ്പനിയിൽ ഒരാൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ആളുടെ ക്വാളിഫിക്കേഷൻ എന്താവണം? ഈ ആമസോൺ എന്ന് പറഞ്ഞ ടോപ്പ് കമ്പനിയാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ബിടെക് പോലത്തെ എഞ്ചിനീയറിംഗ് പോലത്തെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന, ഏറ്റവും നല്ലപോലെ പഠിക്കുന്ന, ഏറ്റവും കാലിബർ ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് ഇവര് സെലക്ട് ചെയ്തിട്ട് ആമസോൺ പോലത്തെ വലിയ കമ്പനീസിലോട്ട് കൊണ്ടുപോകുന്നത്, ക്യാമ്പസ് സെലക്ഷൻസ് ഒക്കെ നടത്തിയിട്ട്. അപ്പൊ ഒന്ന് ആലോചിക്കുക, അങ്ങനെ 14,000 പേര്, അത്രയും കഴിവുള്ള 14,000 പേരെയാണ് ആമസോൺ ഒറ്റ ദിവസം കൊണ്ട് ഫയർ ചെയ്തത്. അതുപോലെ തന്നെ നമ്മളെ ടാറ്റ കൺസൾട്ടേഷൻ സർവീസ് TCS ആണെങ്കിൽ 20,000 പേരെയാണ് ഫയർ ചെയ്തത്. എന്താണ്, ഒരൊറ്റ സംഭവം വന്നു, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ പറഞ്ഞ 14,000 പേരുടെ ജോലി ആ ഒരൊറ്റ സംഭവം ചെയ്യും. അപ്പൊ ആലോചിക്കേണ്ടത്, ഇന്നത്തെ കാലത്ത് പഠിച്ച് ഒരു വലിയ ആളായി ജോലി മേടിക്കുക എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ വലിയ കാര്യമല്ല. കാലഘട്ടം മാറി. ഇനിയിപ്പോ എന്റെ അവസ്ഥ ആലോചിക്കാം. എന്റെ വയസ്സ് 25 വയസ്സാകുമ്പോൾ ഞാൻ ഡോക്ടറാണ്. ഡോക്ടറാകുമ്പോൾ എനിക്ക് കിട്ടുന്ന ബേസിക് പേ 40,000. ബേസിക്സ് എവിടെ സ്റ്റാർട്ട് ചെയ്താലും 40,000 കിട്ടും. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം 40,000 കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, 3 കൊല്ലം ഇനി ഒരു PG പ്രോഗ്രാം ഉണ്ട്, PG എടുക്കണം. എന്നീ ഓർത്തോ അല്ലെങ്കിൽ സർജറി, അങ്ങനത്തെ ധാരാളം പീഡിയാട്രിക്സ്, നമുക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ 3 കൊല്ലം അല്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി 2 കൊല്ലം, അങ്ങനെ മൊത്തത്തിൽ ഒരു 5 കൊല്ലം എന്ത് ചെയ്യണം, ഇനിയും ഞാൻ പഠിക്കണം. നല്ല ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട്. സുഹൃത്തുക്കളെ, എനിക്ക് വയസ്സ് 25, 30 വയസ്സാകുമ്പോൾ പഠിച്ചു തീരും. ഇന്നത്തെ കാലഘട്ടത്ത് നിങ്ങൾക്ക് 20 തൊട്ട് 30 വയസ്സ് വരെ പഠിക്കണം, 30 തൊട്ട് 40 വയസ്സ് വരെ വർക്ക് ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുക. അതാണ് ഇന്നത്തെ അവസ്ഥ. 20 തൊട്ട് 30 വയസ്സ് വരെ പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് നല്ലൊരു പേയ്മെന്റ് കിട്ടുന്ന ഒരു ജോലി കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ തന്നെ അത് സേഫുമല്ല. ഇതാണ് അവസ്ഥ. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് രൂക്ഷമാണോ അല്ലയോ നിങ്ങൾ വിലയിരുത്താം. ഈ സെഷൻ മൊത്തം കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്താം, സത്യമാണോ അല്ലയോ. എന്റെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് 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 നല്ലൊരു ഇൻകം 31-ാമത്തെ വയസ്സിൽ അവർക്ക് കിട്ടും. അങ്ങനെ നല്ല ഇൻകം ഒരു 40-45 വയസ്സ് വരെ ഏൺ ചെയ്യുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വരും. ഇതിങ്ങനൊരു സൈക്കിളാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ തലമുറ ഈ ഒരു സൈക്കിളിൽ പെട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ എഡ്യൂക്കേഷൻ പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പഠിക്കുന്നത് ഒരു കോഴ്സ്, ജോലി ചെയ്യുന്നത് വേറെ ഒന്ന്. സത്യമാണ്. ധാരാളമായിട്ട് നമുക്കറിയാം ബിടെക് അല്ലെങ്കിൽ വേറെ MBA കഴിഞ്ഞവരും BBA കഴിഞ്ഞവരുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അവർ പഠിച്ചതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജോലിയാണ് അവർ ചെയ്യുന്നത്. അത് സത്യമാണ്. കാരണം എന്താ, അവിടെ കോമ്പറ്റീഷൻ കൂടുതലാണ്. അവിടെ വളരെയധികം കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പൊ അവർക്ക് ജോലി അവിടെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാം അർബൻ ഏരിയാസ്, അതായത് ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് പോലത്തുള്ള ഏരിയയിൽ നമ്മൾ വിചാരിക്കുന്ന അവിടെ ഭയങ്കര സാലറിയാണ്, ഭയങ്കര എല്ലാവർക്കും ജോലി അവസരമൊക്കെ കിട്ടുമെന്നാണ്. പക്ഷെ സുഹൃത്തുക്കളെ, അവിടെയാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത്. ഒരു വീഡിയോ വൈറലായി, ഒരു കമ്പനി 60 വേക്കൻസിക്ക് വേണ്ടിയിട്ട് അവര് വിളിച്ചു. 3,000 അല്ലെങ്കിൽ 4,000 പേരെന്തോ അപ്ലൈ ചെയ്തു. ആ കമ്പനിയുടെ പുറത്ത് നിൽക്കുന്ന ക്യൂ ഒരാളിങ്ങനെ വീഡിയോ എടുക്കുക, അതിങ്ങനെ കിലോമീറ്ററോളം നീണ്ടു നിൽക്കുക. അത്ര ആൾക്കാരാണ് ആ 60 വേക്കൻസിക്ക് വന്നത്. ഇതെവിടെയാണ്, ചെന്നൈയിൽ. അപ്പൊ അത്രയ്ക്കും അടിയും ബഹളമാണ് ആ ഒരു ജോലിക്ക്. സത്യമാണ്, ഇന്നത്തെ സാഹചര്യത്തില് ജോലി ഞാനൊരു ജോലിക്കാരനാവാ എന്ന് പറയുന്നത് വലിയ കാര്യം നെഹിഹേ, ഒട്ടുമല്ല, വലിയ കാര്യമല്ല. ഇന്ന് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ജോലി സെക്യൂർഡ് അല്ല, രണ്ടാമത് ജോലി കിട്ടാൻ പാട്. ഈ ഒരു 30 വയസ്സ് വരെ പഠിക്കണം. ഇത് ഇന്നത്തെ ഒരു ബേസ് റിക്വയർമെന്റാണ്. എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, ഇനി എനിക്കൊരു 5 കൊല്ലം പഠിക്കണം, എന്നാലേ എനിക്ക് 1 ലക്ഷത്തിന്റെ മുകളിൽ വരുമാനം കിട്ടുന്ന ഒരു സ്റ്റേറ്റിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പറയുന്നത് മൊത്തത്തിൽ തൊഴിലില്ലായ്മ കുറഞ്ഞു, തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം കൂടി. എന്നാൽ സത്യവസ്ഥ എന്താ വെച്ചാൽ ഈ തൊഴില് ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ അൺസ്റ്റേബിൾ സെക്ടറിലാണ് അവര് ജോലി ചെയ്യുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂരം നടക്കുമ്പോൾ സ്റ്റോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പൂരം കഴിഞ്ഞാലോ
സ്റ്റോൾ അടയ്ക്കണം. ഇനി അടുത്ത പൂരം വന്നാൽ ആ സ്റ്റോൾ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലത്തെ അൺസ്റ്റേബിൾ സെക്ടറുകളാണ് ആൾക്കാർ സെലക്ട് ചെയ്തതും. കുറെ ആൾക്കാർ ജോലി ചെയ്യാൻ, കുറെ ആൾക്കാർ ജോലി കിട്ടി എന്ന് പറയുന്നത് ഇതുപോലത്തെ അൺസ്റ്റേബിൾ സെക്ടറിലാണ്. അവർക്ക് യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റി ഇല്ല, ഒന്നുമില്ല. ഇത് സത്യമാണ്. ഇതെന്റെ ഫ്രണ്ട്സില് കുറെ പേർക്ക് എന്താ പറയാ, ഞാൻ കണ്ടു കേട്ടു അറിഞ്ഞ കാര്യങ്ങളാണ്. ഇതുപോലെ ഗൂഗിളും ഡാറ്റാസും ഇത് തന്നെയാണ് പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് എന്താണ്, രൂക്ഷമാണ്. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഹെൽത്തി ആണോ? എനിക്കറിയാം എന്റെ അച്ഛനമ്മയുടെ കാലഘട്ടം, അവരുടെ ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ ഉണ്ടായ പച്ചക്കറി, അതുപോലെ ആയാസമേറിയ ജോലികൾ ധാരാളം ചെയ്യണം, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഭക്ഷണം നല്ലത്, അങ്ങനത്തെ നല്ല എൻവയോൺമെന്റ് ആണ്, അവരുടെ ബെസ്റ്റ് ഹെൽത്ത് ആണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, നല്ല സാധനങ്ങളാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്റെ ഒരു പ്രായക്കാര് അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ, അവര് ഹെൽത്തി ആണോ? അവര് എല്ലാവരും എന്താണ്, സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. എല്ലാവർക്കും എന്താണ്, ജോലി തിരക്കാണ്. അതുകൊണ്ട് ബേസിക്കലി എന്താണ്, സെഡൻഡറി ആണ്. എല്ലാവരും അനങ്ങാതെ ഒരു ഇരുന്ന് ജോലി ചെയ്യുന്ന അങ്ങനെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് എല്ലാവർക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കൾച്ചർ മാറി. ധാരാളം ഫാസ്റ്റ് ഫുഡ്, ഇന്നിപ്പോ സൊമാറ്റോ അതുപോലത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ധാരാളം നമുക്കുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഫുഡ് കൾച്ചർ നമുക്ക് മാറി. അതുപോലെ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ നമുക്ക് വന്നു. ധാരാളമായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്റെ ഫ്രണ്ട്സ് ഒക്കെ 3 നേരം കിട്ടിയാലും അവർ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ മാൽന്യൂട്രിഷൻ, ഭക്ഷണം കഴിക്കുന്നുണ്ട്, എന്നാൽ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ശരീരത്തിന് ആവശ്യമുള്ള എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? വിറ്റമിൻസും മിനറൽസും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടോ? എവിടെ? ഇല്ല. ഇന്ന് മാൽന്യൂട്രിഷൻ വളരെയധികം രൂക്ഷമാണ്. നമ്മുടെ ഈ ഒരു യങ് ജനറേഷൻ ഇതിനെപ്പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മും കാര്യങ്ങളും ഫിറ്റ്നസ് സാധനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും എല്ലാവരും മാൽന്യൂട്രിഷ്ഡ് ആണ്. അവർക്ക് ആ ആവശ്യത്തിനുള്ള പോഷകം ശരീരത്തിൽ കിട്ടുന്നില്ല ഭക്ഷണത്തിലൂടെ. എന്നാൽ കിട്ടുന്നതാവട്ടെ, നമുക്ക് ധാരാളമായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്, എല്ലാത്തിലും എന്താണ്, മായമാണ്. ഇത് അഡൾട്രേഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആണ്. ഇന്ന് നമുക്ക് ഒരു വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് ആണ്. നമ്മുടെ തിരുപ്പതി ലഡു അതിന് ആവശ്യമുള്ള ഗീ അത് സപ്ലൈ ചെയ്യുന്നത് കർണാടകയിൽ നിന്നാണ്. അപ്പോ ആ നെയ്യ് ഈ പറഞ്ഞ പോലെ സപ്ലൈ ചെയ്യുന്ന കർണാടകയിൽ ആ നെയ്യ് എന്തായിരുന്നു, ഫേക്ക് ആയിരുന്നു. 4 വർഷം അവർ സപ്ലൈ ചെയ്തു. 4 വർഷം അവർ ഈ നെയ്യ് ഉണ്ടാക്കി തിരുപ്പതി ലഡു ഉണ്ടാക്കാൻ അവര് സപ്ലൈ ചെയ്തു ഈ ഫേക്ക് നെയ്യ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്നത്തെ കാലത്ത് ഭഗവാനെ വരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യമാണോ അല്ലയോ? ഇതൊക്കെ നമ്മൾ കാണുന്ന ന്യൂസസ് ആണ്. അതുപോലെ തന്നെ കോൾഗേറ്റിന്റെ പേസ്റ്റ് ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മൾക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ പലതും ഇതുപോലെ അഡൾട്ടറേറ്റഡ് ആണ്. നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. നമുക്ക് കണ്ടുപിടിക്കാൻ യാതൊരു വലിയ ഓപ്ഷനും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മേടിക്കുന്ന നേരെ ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒറിജിനലാന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ എന്നും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെ അഡൾട്രേഷൻ വളരെയധികം രൂക്ഷമാണ്. മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഉറപ്പോ ഗ്യാരണ്ടിയോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. പിന്നെ ഈ പടത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ആള് സ്ട്രെസ്ഡ് ആണ്. ഈ സ്ട്രെസ് ഒരു സൈലന്റ് കില്ലറാണ്. ഇത് ഒരു ലേഖനമാണ്, ഒരു ലേഡി പറയുന്ന ഒരു ലേഖനമാണ്. ആള് വളരെ നല്ല പോലെ ഭക്ഷണം, അതായത് നല്ല ഭക്ഷണം, നല്ല പച്ചക്കറിയും ഫൈബറൊക്കെ ഉള്ള റിച്ച് ഫുഡ്, നല്ല ഭക്ഷണം, നല്ല വ്യായാമം ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ആള് ഒരു ക്യാൻസർ സർവൈവറായി. അതായത് എങ്ങനെ ആൾക്ക് ഒരു ക്യാൻസർ വന്നു, കുടലിലൊരു ക്യാൻസർ വന്നു. ആള് 4 കൊല്ലമായിട്ട് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് മാത്രമേ അവരുടെ ലൈഫിലുള്ളൂ. യാതൊരു വിധത്തിലുള്ള ജനറ്റിക്സോ, അതായത് പാരമ്പര്യമായിട്ട് യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ അവർക്ക് കുടലില് ക്യാൻസർ വന്നു. ഇതെങ്ങനെ അത് വന്നു? അതിന് പഠനങ്ങൾ പറയുന്നുണ്ട്. ക്രോണിക് സ്ട്രെസ്, അതായത് ദീർഘകാലം സ്ട്രെസ്ഫുൾ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന 2 ഹോർമോൺസ് ആണ് ഈ കോർട്ടിസോളും അഡ്രിനാലിനും. ഇത് നമ്മുടെ ക്യാൻസർ ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ ശരീരത്തിൽ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. നമ്മളെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ക്യാൻസർ വരാതിരിക്കാനുള്ള കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻസിനെ ഈ കോർട്ടിസോളും അഡ്രിനാലിനും നശിപ്പിക്കും. ഇതാണ് പഠനം പറയുന്നത്. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ രണ്ടാമത്തതാണെന്ന് ഉറക്കം. ഉറങ്ങുമ്പോൾ നല്ല ഉറക്കം കിട്ടുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണാണ് മെലറ്റോണിൻ. ആ മെലറ്റോണിൻ ഹെൽപ്സ് ഇൻ ഫൈറ്റിംഗ് ക്യാൻസർ. പക്ഷെ ഇൻഅഡിക്വേറ്റ് സ്ലീപ്പ്, ഉറക്കക്കുറവ് വരുമ്പോൾ ഈ മെലറ്റോണിനും പ്രശ്നങ്ങൾ വരും. അപ്പോൾ അങ്ങനെയും നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്ട്രെസ്ഫുൾ ആയിട്ട് ഉറക്കക്കുറവുള്ള എല്ലാവർക്കും ക്യാൻസർ വരുമെന്നല്ല. പുക വലിക്കുന്ന എല്ലാവർക്കും ക്യാൻസർ ഇല്ല. പക്ഷേ ക്യാൻസർ വന്നവരിൽ ഏറ്റവും കൂടുതൽ, ദ മോസ്റ്റ് കോമൺ
കോസ് എന്ന് പറഞ്ഞ സ്മോക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഉറക്കക്കുറവുള്ളവർക്ക് എല്ലാവർക്കും ക്യാൻസർ വരും എന്നല്ല പറഞ്ഞത്, പക്ഷേ വന്നവരുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാ, ഇപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇന്നത്തെ തലമുറ എന്താണ് അതിന് പരിഹാരം കണ്ടെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കും ഇന്ത്യയിൽ നിൽക്കണ്ട. സത്യമാണോ അല്ലയോ? ആർക്കും ഇന്ന് ഇന്ത്യയിൽ നിൽക്കണ്ട. എന്നെ ഒറ്റ നാട്ടിൽ ഒരു ഒറ്റ സുഹൃത്ത് പോലും ഇവിടെ ഇല്ല. എല്ലാവരും US, UK, ലണ്ടൻ കണ്ട എല്ലാ കൺട്രീസിലും ഉണ്ട്. ഒരു വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താ പറയാ ലോക ചർച്ചയാണ്. ആർക്കും ഇന്ന് ഇന്ത്യയിൽ നിൽക്കണ്ട. എന്റെ എല്ലാ ഫ്രണ്ട്സും വിദേശത്താണ്. +2 വരെ പഠിച്ച എല്ലാ ഫ്രണ്ട്സും മിക്ക 80% ആൾക്കാരും വിദേശത്താണ്. കാര്യം എന്താ? അവർക്ക് അവിടെ വർക്ക് ലൈഫ് ബാലൻസ് കിട്ടും, അവർക്ക് അവിടെ നല്ല ശമ്പളം കിട്ടും, അവർക്ക് അവിടെ നല്ല എഡ്യൂക്കേഷൻ കിട്ടും, അവർക്ക് നല്ല ഒരു പ്രീമിയം ലൈഫ് സ്റ്റൈൽ കിട്ടും എന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക്. ഇന്ത്യയിൽ ഇതൊന്നും കിട്ടില്ല. ഇന്ത്യയിൽ എത്ര പഠിക്കണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്താൻ? ആ പഠിക്കുന്ന സമയത്ത് നല്ല കാലം അങ്ങ് തീർന്നു. അതിന്റെ കൂടെ നമ്മൾ സ്ട്രെസ് അനുഭവിക്കണം. അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളും ഇന്ത്യയിലുണ്ട്. അപ്പം പിള്ളേര് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലം കാലിയാക്കും. ഇന്ത്യയിൽ ആർക്കും നിൽക്കണ്ട. സത്യമാണോ അല്ലേ? എന്റെ വീടിനടുത്ത് കുറച്ച് പിള്ളേരുണ്ട് +2 കഴിഞ്ഞ്. അവരുടെയൊക്കെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും യൂറോപ്പിൽ പോകണം, ജർമ്മനിയിൽ പോകണം, മാൾട്ടയിൽ പോകണം, അവിടെ പോയി സെറ്റിൽ ചെയ്യണം. ഈ +2 കഴിഞ്ഞ പിള്ളേരുടെ മനസ്സിൽ ഇന്ത്യയിൽ നിൽക്കണം, ഇന്ത്യയിൽ അവസരം ഇല്ല. കാരണം ഇതാണ് അവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ഇല്ല എന്നാണ് അവർക്ക്. ഇവർക്ക് വേറൊന്നും അറിയില്ല, പറഞ്ഞു കൊടുക്കാനും ഇതൊന്നും വേറെ ആരും ഇല്ല. അവര് കണ്ട് അവരുടെ റിലേറ്റീവ്സ് ഒക്കെ കുറെ പേര് പുറത്തുണ്ടാവും, ഫ്രണ്ട്സ് കുറെ പേര് പുറത്തുണ്ടാവും, അവരൊക്കെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യും. അപ്പോൾ ഓഫ് കോഴ്സ് അവര് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഇന്നത്തെ സത്യം. എന്നാൽ ഇന്ന് പുറത്തു പോകുന്നതും ഒരു സേഫ് ഓപ്ഷൻ അല്ല. നമുക്കറിയാം, ട്രംപ് ഒരു യൂറോപ്യൻ യൂണിയൻ ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞത്, ഇങ്ങനെ ഇമിഗ്രേഷൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്, ഇവര് വന്നിട്ട് നമ്മുടെ നാടിനെ നാശമാക്കും, ഇവരിങ്ങനെ ഇമിഗ്രേഷനെ സപ്പോർട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ അയർലാൻഡില് ഇന്ത്യക്കാരെ കണ്ട അപ്പൊ തല്ലും. 3 പേരല്ലാണ്ട് പുറത്തിറങ്ങരുതെന്നാണ് ഇന്ത്യക്കാരിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാ ഒരാളായിട്ട് ഇറങ്ങി അവരടിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം, അങ്ങനെ നമുക്ക് പുറത്തു പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ്, സേഫ് അല്ല. ഒരു 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞാൽ ചിന്തിക്ക് പോലും വേണ്ട. അപ്പൊ അങ്ങനെ ഇമിഗ്രേഷന് വരെ നമുക്ക് എന്തായി, ഒരു തടങ്കലായി. അപ്പം എന്താണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ പ്രശ്നം ഇതായിരിക്കും. സേവിങ്സ് ഇല്ല, എമർജൻസി ഫണ്ടും ഇല്ല. സേവിങ് കൾച്ചറും ഇല്ല, എമർജൻസി ഫണ്ട്സും ഉണ്ടാവില്ല. കാരണം അവർക്ക് കിട്ടുന്ന ശമ്പളം ഇവിടെ തന്നെ ചെലവാവാം. കാരണം പർച്ചേസിങ് കൂടി, പണ്ടത്തെ അപേക്ഷിച്ച് പർച്ചേസിങ് കൂടി. കാരണം എല്ലാത്തിനും വില കയറി. നമ്മളിപ്പോ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ പുറത്തു പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കുക, നമ്മൾ ആലോചിക്കണം, ഒരു 3-4 കൊല്ലം മുന്നേ എത്രയായിരുന്നു വില, ഇന്ന് എന്താണ് വില. പക്ഷെ നമ്മളെ ശമ്പളം വർദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് കിട്ടുന്ന ഇൻകം വർദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ചെലവ് കൂടി, പർച്ചേസിങ് കൂടി, പക്ഷെ നമ്മുടെ ശമ്പളം അല്ലെങ്കിൽ ഇൻകം വർദ്ധിച്ചിട്ടില്ല. അതാണ് സത്യം. അതുപോലെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊരു യൂത്ത് അല്ലെങ്കിൽ ഒരു പിള്ളേരെ സംബന്ധിച്ച് യാത്ര ധാരാളം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അടിച്ചുപൊളി ലൈഫാണ് കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ ഇവർക്ക് അതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടോ? വരുമാനം ഒന്നുമില്ല, പക്ഷെ കിട്ടുന്നത് കൊണ്ട് അടിച്ചു പൊളിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി. അതാണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സും എടുക്കുകയാണെങ്കിൽ എൻ്റെ ഇപ്പൊ MBBS കഴിഞ്ഞ ഒരു 50,000-60,000 കിട്ടുന്ന സാലറി കിട്ടുന്നവർ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, എടാ സേവിങ്സ് ഇല്ലടാ. കാരണം EMI കൾച്ചർ വന്നു. ഒരു ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസം EMI അടിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചെലവുകൾ, ഈ 1-2 യാത്ര ചെയ്യുമ്പോഴേക്കും കാശ് തീർന്നു. എവിടെയെങ്കിലും ഒരു പുറത്തു പോയി ഭക്ഷണം കഴിച്ചാൽ അപ്പോഴും ചെലവ്. അപ്പൊ എല്ലാത്തിനും ചെലവ് കൂടി. പക്ഷെ ഇത് ചെയ്യാതിരിക്കാനും വയ്യ. അതുപോലെ തന്നെ ഈ ഒരു കാലത്ത് നമുക്കറിയാം, സൊമാറ്റോ, സ്വിഗ്ഗി ഇതുപോലത്തെ ഒരു പരസ്യങ്ങളൊക്കെ ഓരോന്നങ്ങ് ഇറക്കി വിടും. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ, ഇത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഇതൊരു നോട്ടിഫിക്കേഷൻ ആണ്, ഫോണിൽ വരുന്ന ഒരു മെസ്സേജ്. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ആരും മെസ്സേജ് അയച്ചാന്ന് വിചാരിക്കും. നമ്മൾ ഓടിച്ചാടി അത് ഞെക്കുമ്പോൾ നേരെ സൊമാറ്റോ ആപ്പിലോട്ട് പോകും. അപ്പോഴാണ് നല്ല ചിക്കൻ ബിരിയാണിയുടെ പടം കാണുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അറിയാണ്ട് നമ്മുടെ എന്ത് ചെയ്യും, പർച്ചേസിങ് കൂടുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് ഈ നമ്മൾ ഒഴിവ് സമയത്ത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കുമല്ലോ, അതുപോലെ ആളുടെ ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണും ഫ്ലിപ്കാർട്ടും നോക്കും. എന്നിട്ട് അതിലൊരു 3 ഉൽപ്പന്നം എന്ത് ചെയ്യും, ആ കാർട്ടിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് ശമ്പളം വരുന്ന ദിവസം ആദ്യത്തെ 3 ഓർഡർ ചെയ്യും. ഈ ഒരു ആപ്പ് ഉണ്ടായിരുന്നില്ലേ അത് അവൻ ഓർഡറും ചെയ്യില്ല, ആ കാശ് അവൻ്റെ കയ്യിൽ ഇരുന്നേനെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പർച്ചേസിങ് കൂടി, നിങ്ങളുടെ ചെലവ് കൂടി, പക്ഷെ വരുമാനം കൂടിയോ ഇല്ലയോ?
ഇല്ല. നിങ്ങളുടെ ചെലവ് ഈ കാലത്ത് നമ്മൾ ഇ എം ഐ കൾച്ചർ വന്നതോടെ നമുക്ക് എന്ത് സാധനം വേണം മേടിക്കാൻ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ നമ്മളെ ശമ്പളം വർദ്ധിക്കുന്നില്ല, പക്ഷെ നമ്മളെ മാസം മാസം കട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യം ആണ് ഇപ്പം. അതുപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയാ, പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ് എന്ത്, പരസ്യം, ആഡ് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കൾച്ചർ. നമ്മൾ പുറത്തു പോയി പേസ്റ്റ് മേടിക്കുകയാണെങ്കിൽ ഒരു ബ്രാൻഡ് പറയും. അതുപോലെ തന്നെ ബൂസ്റ്റ് സീക്രട്ട് ഓഫ് മൈ എനർജി, അതുകൊണ്ട് രാവിലെ ഞാൻ അതേ കഴിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സോപ്പ്, ഈ സോപ്പ് ഉപയോഗിക്കുള്ളൂ. ഇതൊക്കെ എങ്ങനെ വന്നു? ഇതൊക്കെ ആഡും ബ്രാൻഡും അല്ലെ. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ RCMന്റെ പാരന്റ് കമ്പനി ഫാഷൻ ഷൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതൊരു ടെക്സ്റ്റൈൽ കമ്പനി ആയിരുന്നു. ഈ ഫാഷൻ ഷൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പോഴും റേമണ്ട്, ബോംബെ ഡൈങ് പോലത്തുള്ള കമ്പനികൾക്ക് തുണി കൊടുത്തുകൊണ്ടിരിക്കുക. ഏഹ് ഈ കമ്പനിയാണ് തുണി കൊടുക്കുന്നത്. നമ്മുടെ RCMന്റെ FSPL കമ്പനിയാണ് തുണി കൊടുക്കുന്നത്. എന്നാൽ ഇവർ ഈ തുണി കൊണ്ട് ഉണ്ടാക്കുന്ന കോട്ട് അല്ലെങ്കിൽ ബ്ലേസർ അവർ വിൽക്കുന്നത് 20,000 25,000 രൂപയ്ക്കാണ്. RCMലുണ്ട് ബ്ലേസർ. നിങ്ങളൊന്ന് ആലോചിക്കണം, RCMലെ ബ്ലേസറിന് എത്ര വില? എങ്ങനെ പോയാലും തയ്ച്ച് നമ്മൾ എങ്ങനെ റെഡിയാക്കി എടുത്താലും ഒരു 6,000 7,000-ത്തിനുള്ളിൽ ഒതുങ്ങും ചെലവ്. പക്ഷെ ഇതേ തുണി ഉപയോഗിച്ച് ഈ റേമണ്ട് പോലത്തെ കമ്പനി ഉണ്ടാക്കുന്നത് ജസ്റ്റ് ആ അത്രയും വില വരാനുള്ള ഒറ്റ കാരണം ബ്രാൻഡാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തിന്റെ പിന്നാലെയാണ് പോകുന്നത്? നമ്മൾ കാണുന്നു, നമ്മൾ അതിൽ അട്രാക്റ്റഡ് ആവുന്നു, നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നു. അപ്പം ഇതും ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതിനൊക്കെ സൊല്യൂഷൻ എന്താണ്? ഇതിനെല്ലാം സൊല്യൂഷൻ എന്തൊക്കെ ഞാൻ പറഞ്ഞ പ്രോബ്ലം? ഒന്ന് ഹെൽത്ത്, ഞാൻ ആദ്യം പറഞ്ഞു, അഡൾട്രേഷൻ ഈസ് വെരി സീരിയസ്. അതുപോലെ തന്നെ ബാക്കി ഇഷ്യൂസ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങൾ, ഹെൽത്ത് വളരെയധികം ഇന്നത്തെ തലമുറ ശരിക്കും പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് 25 വയസ്സ്, ഞാനൊരു 40 വയസ്സെത്തുമ്പോൾ ഞാൻ ഹെൽത്തി ആണെന്നുള്ള എനിക്ക് ഗ്യാരണ്ടീഡാ. പക്ഷെ ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റുമോ? ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പറയാൻ പറ്റും ഞാൻ 40 വയസ്സാകുമ്പോൾ എനർജറ്റിക് ആയിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ പറ്റുന്നു. കാരണം കാലഘട്ടം മാറി. ഇപ്പോ ഹെൽത്ത്, ഞാൻ രണ്ടാമത് പറഞ്ഞു വെൽത്ത്. ഈ പറഞ്ഞ പർച്ചേസിങ്ങും നമ്മുടെ കാര്യങ്ങളെല്ലാം അല്ലെ, നമുക്ക് ഉണ്ടാവുന്ന ശമ്പളത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു വർധനവും ഇല്ല. എന്നാൽ പർച്ചേസിങ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു എക്സ്ട്രാ ഇൻകം എന്തായാലും വേണം, മസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ 20 തൊട്ട് 30 വയസ്സ് വരെ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ 30 തൊട്ട് 40 വയസ്സ് വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാം. അങ്ങനെ ജോലി ചെയ്താൽ നിങ്ങൾ റിട്ടയർമെന്റ് ആസ്വദിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. അതാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പൊ ഈ ഒരു സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിള്ളേർ എന്ത് ചെയ്യും? ഇവിടുന്ന് സ്ഥലം വിടും, യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യും. ഇതാണ് ഇന്നത്തെ ട്രെൻഡ്. ഇന്നത്തെ ട്രെൻഡ് ഇത് തന്നെയാണ്, ഇത് യാതൊരു വലിയ സംശയവുമില്ല. എന്റെ ഫ്രണ്ട്സ് ആണ്, എനിക്കറിയാം, എല്ലാവരും എന്റെ കാലഘട്ടത്തിലുള്ള എന്റെ ഇപ്പോഴത്തെ പറഞ്ഞേ ഇവിടെ അടുത്ത ഇഷ്ടംപോലെ ചെറുപ്പക്കാരുണ്ട്. അവരെല്ലാവരുടെയും ഒരു ലൈഫ് സൈക്കിൾ ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നിൽക്കുന്ന പരിപാടിയില്ല. ഇന്ത്യനിലെ ഈ ഒരു ഓപ്ഷൻസ്, അതായത് നല്ല ഹെൽത്തി, നല്ല ശമ്പളം കിട്ടുന്നതായിട്ടുള്ള, അതിന്റെ കൂടെ സീറോ സ്ട്രെസ്. ഞാൻ പറഞ്ഞു സ്ട്രെസ് വില്ലനാണ്. ഇത്ര സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു ഇന്ത്യൻ പ്രോജക്റ്റ് എന്തെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടോ? എന്റെ അറിവിൽ വേറെ ഒന്നുമില്ല. അതാണ് RCM. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഭിമാനമുണ്ട്. RCM ഈ RCMനെ ശരിക്കും ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞ് ഇന്നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ശരിക്കും എല്ലാം ഒന്ന് നിങ്ങൾ വിലയിരുത്താം. ഞാൻ ആദ്യം പറഞ്ഞ മുതലുള്ള എല്ലാ പ്രശ്നങ്ങളും വെറും സത്യം മാത്രം, അതിൽ ഒന്നുപോലും ഇല്ല. എല്ലാവരും എല്ലാം അത് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാത്തിനും ദ ബെസ്റ്റ് സൊല്യൂഷൻ RCM, ദ ബെസ്റ്റ് സൊല്യൂഷൻ ഡയറക്ട് സെല്ലിംഗ്, ദ ബെസ്റ്റ് സൊല്യൂഷൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇന്ന് MLM എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യൂട്യൂബിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ 5 പേര് പറയും MLM ലീഗലൈസ്ഡ് ആണ്, നല്ലതാണ്. ബാക്കി 5 പേര് പറയും MLM എന്താണ് നെഗറ്റീവ് ന്യൂസ് ആയിരിക്കും. കാരണം അവർക്ക് MLMനെ പറ്റി അറിയില്ല. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്ക് അറിയില്ല. എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്? അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ബഹുതല വിപണനം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, പല ലെവലുകളായിട്ട് നടക്കുന്ന വിപണനം. നമ്മളിപ്പോ എന്താ യൂഷ്വലി ചെയ്യുന്നത്? ഒരു കടയിൽ നിന്ന് ഉൽപ്പന്നം മേടിക്കുന്നു, കാശ് കൊടുക്കുന്നു, നമ്മളത് യൂസ് ചെയ്യുന്നു. 20-30 കൊല്ലമായിട്ട് നമ്മൾ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കണം, ആണോ അല്ലയോ? അപ്പൊ നമ്മള് ഇത്രയും കാലം നമ്മൾ എന്ത് ചെയ്തു? ഒരു കസ്റ്റമറായിട്ട് നിന്നിട്ട് ഒരു ബെനിഫിറ്റ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഓണം ആന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രീ ആയിട്ട് ഒരു 100 ഗ്രാം പഞ്ചസാര പോലും ആള് തന്നിട്ടില്ല. ഏത് കടക്കാരൻ? അതാണ് നമ്മളെ യൂഷ്വൽ ട്രഡീഷണൽ ബിസിനസ്. അവിടെ
ആ കടക്കാരന് ലാഭം, ആ കടയിലോട്ട് സപ്ലൈ ചെയ്യുന്ന ഇടനിലക്കാർക്ക് ലാഭം, അത് പരസ്യം ചെയ്യുന്ന പരസ്യക്കാർക്ക് ലാഭം. വേറെ ആർക്കും ലാഭമില്ല. കസ്റ്റമർ എന്താണ്? വിഡ്ഢി. സത്യം പറഞ്ഞാൽ അത് കാരണം ഞാൻ പറഞ്ഞില്ല, അഡൾട്രേഷൻ ഈസ് സീരിയസ്. അഡൾട്രൻസ് എങ്ങനെ വരുന്നത്? കമ്പനി 100 പ്രൊഡക്റ്റ് ഉൽപ്പാദിക്കും, അത് കടയിലോട്ട് എത്തുമ്പോൾ 300 ആവും. ഇതിനിടയിൽ 200 ആണ് എവിടെ നിന്ന് വന്നു? അതാണ് അഡൾട്രേഷൻ. ഫേക്ക് പ്രൊഡക്ട്സ് ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കുക? ഡയറക്ട് സെല്ലിംഗ് എന്താന്ന് മനസ്സിലാക്കുക, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു സിസ്റ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്കൊരു കടയുണ്ട്, ആ കടയിൽ നിന്ന് നമ്മൾ ഉൽപ്പന്നം മേടിക്കുന്നു. വി ആർ ഡയറക്ട് സെല്ലേഴ്സ്. അത് നമ്മൾ നേരിട്ട് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നു. 1, 2, 3 ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റമർ 1, 2, 3 നമ്മൾ നേരിട്ട് എന്ത് ചെയ്യുന്നു? കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നു. ഈ ഉൽപ്പന്നങ്ങൾ അവർ ഉപയോഗിക്കുന്നു, അവർ സാറ്റിസ്ഫൈഡ് ആവുന്നു, ആ ഉൽപ്പന്നങ്ങൾ അവർ വീണ്ടും കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നു. ഇത് ഇങ്ങനെ പോവുള്ളൂ. ഈ ഒരു സിസ്റ്റം, ഞാനൊരു ഡയറക്ട് സെല്ലറാണ് എങ്കിൽ ഞാൻ ഇത് പ്രൊഡക്റ്റ് വിൽക്കുവാണ്, എനിക്ക് അവിടെ ഒരു വരുമാന മാർഗമുണ്ട്. ഇതുപോലെ ഒരു കൺസ്യൂമർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലൊരു ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് ചെറിയൊരു ഇൻസെന്റീവും കമ്മീഷനും കിട്ടും. അപ്പൊ ഞാൻ മുഖേന നടക്കുന്ന ഒരു വിപണനം, ഞാൻ മുഖേന നടക്കുന്ന ഒരു എന്താ പറയാ ബിസിനസ് ആണ്. അപ്പോൾ എനിക്ക് അതാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കടക്കാരന് ലാഭം, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഡയറക്ട് സെല്ലേഴ്സിന്റെ ലാഭം, ഇത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന്റെ ലാഭം. കാരണം എന്താ? ഡയറക്ട് സെല്ലിംഗ് ആയതുകൊണ്ട് ഉറപ്പിച്ച് പറയാം, പ്രൊഡക്റ്റ് എന്താ പറയാ വിലക്കുറവായിരിക്കും, ന്യായ വിലക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. രണ്ടാമത്തത്, RCMന്റെ പ്രത്യേകത, ഹൈ ക്വാളിറ്റി വേൾഡ് ക്ലാസ് എക്സ്പോർട്ട് ലെവൽ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതും ന്യായ വിലക്ക്. പിന്നെ കസ്റ്റമേഴ്സിന്റെ അടുത്തൊരു ലാഭം, ഇത് നിങ്ങൾ കസ്റ്റമറെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിലൊരു ടേൺ ഓവർ നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടാനുള്ള അവസരം, എക്സ്ട്രാ ഇൻകം മേടിക്കാനുള്ള ഒരു അവസരം. ഇതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ തട്ടിപ്പും വെട്ടിപ്പും പലർക്കും അതിനെപ്പറ്റി യാതൊരു വിധത്തില് ഒരു നോളജും ഇല്ല. ഈ പറയുന്ന വീഡിയോസ് ഒക്കെ ഇടുന്നവർക്ക് ഇതിന്റെ നോളജോ ഇതിന്റെ പറ്റിയുള്ള ബേസ് ഇല്ല. ഇതാണ് ഇന്നത്തെ നമുക്ക് ഇതിനെല്ലാത്തിനും, ഞാൻ പറഞ്ഞ നേരത്തെ എല്ലാം പ്രോബ്ലത്തിനും ഒറ്റ സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ധാരാളം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഉണ്ട്, ധാരാളം ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ് ഉണ്ട്. പക്ഷെ അതിൽ RCM എങ്ങനെ വേറിട്ട് നിൽക്കുന്നു, RCM എങ്ങനെ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു നമ്മൾ സത്യം പറഞ്ഞാൽ അറിയണം. എല്ലാവർക്കും അറിയാം ഇതെന്താണ്. RCMനുള്ള ഉൽപ്പന്നങ്ങൾ എന്താണ്? കൺസ്യൂമബിൾ ആണ്, അഫോർഡബിൾ ആണ്, റിപ്പീറ്റബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉൽപ്പന്നം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ്, ന്യായ വിലക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കറിയാം, പേസ്റ്റ്, മല്ലി, മുളക്, എണ്ണ, അതുപോലത്തെ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് തൊട്ട് ഗുഡ് നൈറ്റ് എല്ലാ ഉൽപ്പന്നങ്ങളും എവിടെയുണ്ട്? RCMലുണ്ട്. ഇത് കാരണമാണ് ബാക്കിയുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ബാക്കിയുള്ള ഡയറക്ട് സെല്ലിങ്സ് എന്നൊക്കെ RCM വേറിട്ട് നിൽക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കണം. RCMന്റെ പ്രത്യേകതയാണ് ഇതിന്റെ പ്രൂഫ് ഞാൻ പറഞ്ഞുതരാം. അച്ഛന്റെ ടീമില്, എന്റെ അച്ഛൻ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അച്ചീവർ ആണ് RCMലെ, സഫയർ എന്ന് പറയുന്ന ഒരു പിൻ പൊസിഷനിൽ ഏകദേശം 1 ലക്ഷത്തോളം ആൾക്കാർ അച്ഛന്റെ ടീമില് എല്ലാ മാസവും ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നവരാണ്. 1 ലക്ഷത്തിൽ പരം ആൾക്കാർ ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നവരാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ വെറും 20,000 പേരാണ് RCM പ്രൊമോട്ട് ചെയ്യുന്നവരുള്ളൂ. 20,000 പേരെ RCM പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി 80,000 പേര് ആൾക്കാർ ആരാണ്? അവര് കസ്റ്റമേഴ്സ് ആണ്. അവർ എല്ലാ മാസവും RCMന്റെ ഉൽപ്പന്നം യൂസ് ചെയ്യുന്നു. അവര് വെറും കസ്റ്റമേഴ്സ്. എന്തുകൊണ്ടാണ് അവർ വെറും കസ്റ്റമേഴ്സ് ആയിട്ട് നിൽക്കുന്നത്? അതിന്റെ പ്രൂഫ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ എല്ലാത്തിനും പ്രൂഫ് അതാണ്, അവര് പ്രൊഡക്ട്സിൽ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അവർക്ക് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. തവിടെണ്ണ നല്ലതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അവർ ഉപയോഗിച്ച ശേഷം, യെസ് അതെന്റെ കൊളസ്ട്രോൾ കുറച്ചു, യു ആർ കറക്റ്റ്, ഞാൻ അത് യൂസ് ചെയ്യാൻ റെഡിയാണ്. മുളക് പൊടി അടിപൊളിയാണ്, വളരെ ശുദ്ധമാണ്, വളരെ പ്യുവർ ആണ്, ഹൈ ക്വാളിറ്റി ആണ്, അത് പൊട്ടിച്ച് യൂസ് ചെയ്യുന്നു, യെസ് ഇത് ഹൈ ക്വാളിറ്റി ആണ്. അതുപോലെ ജീരകം, നമ്മുടെ ജീരകം വളരെ പ്യുവർ ആണ്, അത് ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് വായിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു തീക്ഷണത നമുക്ക് മനസ്സിലാവും. അപ്പൊ അത്രയും പ്യുവർ സാധനമാണ് എന്നവരത് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും. ഇതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ബോധ്യപ്പെട്ടവരാണ് ബാക്കി 80,000 പേരും. ഈ 20,000 പേര് പ്രൊമോട്ട് ചെയ്യുന്നു, ബാക്കി 80,000 കസ്റ്റമേഴ്സ് ആയിട്ട് നിലനിൽക്കുന്നു. അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ദറ്റ് ഈസ് RCM. ബിക്കോസ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അടിപൊളിയാണ്, അതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും നെഹിഹെ. ഇത് നമ്മുടെ വട്സാർ
നമ്മുടെ എല്ലാവരുടെയും അപ്ലൈൻ ശ്രീ സുരേന്ദ്ര ഭട്ട് സാറ് ചാലക്കുടിയിൽ വന്നപ്പോൾ ഇട്ട ഒരു സ്ലൈഡാണ്. എനിക്ക് ശരിക്കും പറഞ്ഞത് ഭയങ്കരമായിട്ട് ക്ലിക്കായി. ഒന്ന് ആലോചിക്കുക, ഡയറക്ട് സെല്ലിംഗ് എല്ലാ രാജ്യത്തും പല രാജ്യങ്ങളിലായിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജർമ്മനി, കൊറിയ, ചൈന, അതുപോലത്തെ എല്ലാം ലോക രാജ്യങ്ങളിലൊക്കെ ഡയറക്ട് സെല്ലിംഗ് ഭയങ്കര നടക്കുന്ന ഒരു രാജ്യങ്ങളാണ്. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 2023 അവർക്ക് നടന്ന ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $36,660 ടേൺ ഓവർ ആണ് ഡയറക്ട് സെല്ലിംഗിൽ നടന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യ നോക്കുകയാണെങ്കിൽ 11ാമത്തെ പൊസിഷനിലാണ്, 3435. അത്രയും മില്യൺ, അത്രയും മില്യൺ $. ഈ ഒരു ടേൺ ഓവർ ആണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്? 140 കോടിയുണ്ട് ഇന്ത്യയിലെ ജനസംഖ്യ. ഈ ആർ സി എമ്മിന്റെ ഒരു ഉൽപ്പന്നം ഈ 140 കോടി ജനങ്ങളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന പൊസിഷൻ എന്തായിരിക്കും? ഒന്ന് ആലോചിക്കുക. ഈ 3435 ആവാൻ വലിയ കാലയളവൊന്നും വേണ്ട. കാര്യം നോക്കൂ, ഗ്രോത്ത് റേറ്റ് ചെയ്തിട്ടുണ്ട് 8.3% ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഡയറക്ട് സെല്ലിംഗ് ഇന്ന് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന്റെ കൂടെ നിന്നാൽ നമ്മളും വളരും. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാത്തിനും കുറെ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതെല്ലാം എന്താ പറയുക, ഒറ്റ പരിഹാരം എന്ന് പറയാൻ RCM. അതിൽ യാതൊരു വിധ സംശയമില്ല. ഇറ്റ്സ് ട്രൂ. ആർ സി എം എന്ന ഈ പറയുന്ന കമ്പനിയിൽ എത്ര ബ്രാൻഡുകൾ ഉണ്ട്? നിങ്ങൾക്ക് അറിയും, ഇത്ര അധികം ബ്രാൻഡിലെ പ്രൊഡക്ട്സ് നമ്മുടെ കമ്പനിയിലുണ്ട്. ഇത്ര അധികം ഇന്ത്യൻ ബ്രാൻഡ്സ്, ഇതെല്ലാം എന്താണ്? ഇന്ത്യൻ ബ്രാൻഡ്സ് ആണ്. ഈ ഇന്ത്യൻ ബ്രാൻഡ്സ്, ഇത്രയധികം ഇന്ത്യൻ ബ്രാൻഡ്സ് നമ്മുടെ ഒരൊറ്റ കമ്പനിന് അടിയിലാണ് വരുന്നത്. വേറെ ഒരു ഡയറക്ട് സെല്ലിംഗും ഇത്ര അധികം കമ്പനീസ് ഉള്ളത് ഉണ്ടാവില്ല. പെയിന്റ് ഉണ്ട്, ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉണ്ട്, നമുക്ക് FMCG ഉണ്ട്, അങ്ങനെ വേണ്ട നമുക്ക് ഫാമിംഗ് ഇൻഡസ്ട്രിയിൽ അഗ്രികൾച്ചറിന് വേണ്ട ഹരിതസഞ്ജീവനി ഉണ്ട്. അങ്ങനെ വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്നിപ്പോ ഇതിൽ ശ്രദ്ധിച്ചു നോക്കിക്കുക. ഫസ്റ്റ് കാണുന്ന കമ്പനി അമേർ എന്ന് പറഞ്ഞിട്ട്, അത് എന്താന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛന് പറഞ്ഞുകൂടാ. അപ്പൊ ദിനം പ്രതി ഇങ്ങനത്തെ ഓരോ കമ്പനി, ഓരോ പ്രൊഡക്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. കാരണം RCM 2x സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ നല്ല സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുക. കാരണം എല്ലാവർക്കും ഈ സൊല്യൂഷൻ കിട്ടി തുടങ്ങി. ഇന്ത്യയിൽ നിൽക്കുന്ന ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രോബ്ലംസിനും ഈ ഒരൊറ്റ സൊല്യൂഷൻ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അതുപോലെ നമ്മൾ ഇന്ത്യൻ ബ്രാൻഡ്സിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്ന ആ ഡെവലപ്മെന്റ്, അതാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നമ്മൾ ഇന്ത്യൻ ബ്രാൻഡ്സ്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ധാരാളമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യും, എന്താ പറയുക, ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് വരുവാണെങ്കിൽ നമ്മുടെ GDP എവിടെ എത്തും? അങ്ങനെ ഒരു സാഹചര്യം വരും, 100% ഉറപ്പ്. കാരണം നമ്മൾ RCM ആ ഒരു ലെവലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. എല്ലാം നമ്മൾ മേടിക്കുന്ന എല്ലാം നമ്മൾ ഉറപ്പുവരുത്തുക ഇന്ത്യൻ പ്രൊഡക്ട്സ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതുമൂലം നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു രാജ്യസേവനമാണത്. GDP അതിന് ഇന്ത്യൻ ബ്രാൻഡ്സ് വലിയൊരു പങ്ക് വഹിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്ത്, ഇന്നത്തെ സാഹചര്യത്തിൽ ഹെൽത്ത് നമുക്കില്ല. ലൈഫ് സ്റ്റൈൽ മൂലമാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് നശിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ അഡൾട്രേഷൻ, മായമാണ് എല്ലാത്തിലും, നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മാൽ ന്യൂട്രീഷൻ, നമുക്ക് ആവശ്യമുള്ള പോഷകം കിട്ടുന്നില്ല ഇന്ന് ഭക്ഷണത്തിൽ. കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ അതിനെപ്പറ്റി അവെയർഡ് അല്ല. അതുപോലെ തന്നെ ഇമോഷണൽ ഇംബാലൻസ്, ഞാൻ പറയാം, എല്ലാവരും സ്ട്രെസ്ഫുൾ ആണ്, എല്ലാവരും ലൈഫിൽ ഹാപ്പി അല്ല, എല്ലാവരും ജോലിയും പഠനം എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോലി, ഈ പറഞ്ഞ പോലെ 28-30 വയസ്സ് വരെ ജോലി ചെയ്ത് 30-40 വയസ്സ് വരെ 28-30 വയസ്സ് വരെ പഠിച്ച് 30-40 വയസ്സ് വരെ ജോലി ചെയ്ത് റിട്ടയർമെന്റ് ആസ്വദിക്കാനുള്ള പ്ലാനിങ് ആണെങ്കിൽ അപ്പത്തേക്ക് എന്തെങ്കിലും അസുഖം നിങ്ങൾക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ സൈക്കിളിൽ നിന്ന് പുറത്ത് ചാടാം. ഈ സൈക്കിളിൽ നിന്ന് പുറത്ത് ചാടാൻ ഇന്നത്തെ സാഹചര്യത്തിൽ RCM മാത്രമേ നിങ്ങൾക്കുള്ളൂ. അത് മനസ്സിലാക്കുക. RCMൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് എന്തുമാത്രം മാറും എന്നുള്ളതിന് തെളിവ് ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഹെൽത്ത് കാർഡ്, റൈസ് ബ്രാൻ ഓയിൽ, നമുക്കറിയാം RCMൽ വേറെ ഒരു കുക്കിംഗ് ഓയിലും ഇല്ല, റൈസ് ബ്രാൻ ഓയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്ന് ഏത് ഷോപ്പിംഗ് മാർക്കറ്റിൽ പോയാലും നമുക്ക് ധാരാളമായിട്ട് എണ്ണകൾ കാണാം. പാം ഓയിൽ കാണാം, കോക്കനട്ട് ഓയിൽ കാണാം, റൈസ് ബ്രാൻ ഓയിൽ കാണാം, പലതരത്തിലുള്ള എണ്ണ കാണാം. പക്ഷെ RCMൽ നിങ്ങൾക്ക് ഹെൽത്ത് ഗാർഡ്, റൈസ് ബ്രാൻ ഓയിൽ മാത്രമേ കാണത്തുള്ളൂ. കാരണം RCM നിങ്ങളുടെ ഹെൽത്തിനെ പറ്റി നല്ല പോലെ സൂക്ഷിക്കും, നിങ്ങളുടെ ഹെൽത്ത് സൂക്ഷിക്കും, ഉറപ്പാ, അതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഏതൊരു ഭക്ഷ്യപദാർത്ഥം ധാരാളം പ്രോട്ടീൻ റിച്ച്. നിങ്ങൾ അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് എനർജി ബാർ ഉണ്ട്,
എനർജി ബാർ കഴിച്ച എത്ര പേരുണ്ട്? ആ എനർജി ബാറിൽ 14 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ നമ്മുടെ പ്രോട്ടീൻസ് 100 ഗ്രാമിൽ 50 ഗ്രാമിന്റെ അടുത്ത് പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെജ് ബൈറ്റ്സ് എടുക്കുവാണെങ്കിൽ 100 ഗ്രാമിൽ 28 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഇന്ന് ചിക്കനോ മട്ടനോ ബീഫിലോ എന്താ പറയാ അത്ര പ്രോട്ടീൻ അവൈലബിൾ അല്ല 100 ഗ്രാമിൽ. അപ്പൊ ഇത്രയും പ്രോട്ടീൻ റിച്ച് ഫുഡ് നമ്മുടെ ആട്ടയിൽ വരെ. നമ്മുടെ ആട്ടയുടെ പ്രത്യേകത എന്താ? മുളപ്പിച്ച് പൊടിപ്പിച്ച ആട്ടയാണ്. അതിൽ പ്രോട്ടീൻ ഇരട്ടിയാവും മുളപ്പിച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മൾട്ടിഗ്രെയിൻ ആട്ടയുണ്ട്. ഇവിടെ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയാൽ പോലും നിങ്ങൾക്ക് പ്രോട്ടീൻ ആവശ്യത്തിന് കിട്ടും. അത്രയും പ്രോട്ടീൻ റിച്ച് ഫുഡുകളും ഈ പറഞ്ഞ പോലത്തെ ഹെൽത്ത് കാർഡ് പോലത്തെ റൈസ് ബ്രാൻ ഓയിൽ മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ അഡൾട്രേഷൻ ഇല്ല. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് എറണാകുളത്ത് ഒരു പുള്ളിക്കാരന് ലിവർ സിറോസിസ് വന്നു. ഒരു സാറിന് ലിവർ സിറോസിസ് വന്നപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഡോക്ടറിന്റെ അടുത്ത് പോയി. എന്നിട്ട് പുള്ളിക്കാരൻ അന്വേഷിച്ചു എന്താണ് എനിക്ക് ലിവർ സിറോസിസ് വരാൻ കാരണം. ആള് മദ്യപിക്കില്ല, പുകവലിക്കില്ല, യാതൊരു വിധത്തിലുള്ള ദുശീലങ്ങളൊന്നുമില്ല. പക്ഷെ ആൾക്ക് ലിവർ സിറോസിസ് എങ്ങനെ വന്നു? അങ്ങനെ ആള് സ്ഥിരമായിട്ട് ഈ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി മേടിക്കുമായിരുന്നു. ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി സ്ഥിരമായിട്ട് മേടിക്കുമായിരുന്നു. അപ്പൊ അതില് പ്രിസർവേറ്റീവ് ആയിട്ട് സോഡിയം ബെൻസോയേറ്റ് യൂസ് ചെയ്യായിരുന്നു. അങ്ങനെ ദീർഘകാലം ഈ പ്രിസർവേറ്റീവ് അടങ്ങിയ ആ ചപ്പാത്തി കഴിച്ചിട്ടാണ് അവർക്ക് ലിവർ സിറോസിസ് വന്നതെന്ന് ഡോക്ടർ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പുള്ളിക്കാരൻ അതോടെ ഒരു തീരുമാനം എടുത്തു, ഞാൻ ഇനി ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി ആൾക്കാർക്ക് ഞാൻ കൊടുക്കും. കാരണം ഇത്രയും കാലം ആൾക്കാർ ഈ പ്രിസർവേറ്റീവ് റിച്ച് ആയിട്ടുള്ള ഈ എന്താ പറയാ ഈ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ഞാനൊരു ഹെൽത്തി ഓപ്ഷൻ ഞാൻ കൊടുക്കും. അങ്ങനെ അയാൾ തീരുമാനമെടുത്തു. കേരളത്തിൽ കിട്ടുന്ന എല്ലാ ആട്ടയും അയാള് ടെസ്റ്റ് ചെയ്തു. നമ്മുടെ RCMന്റെ ആട്ടയും പുള്ളിക്കാരൻ ടെസ്റ്റ് ചെയ്തു. അത് വളരെയധികം പ്യുവറാന്ന് മനസ്സിലാക്കി. അതിൽ വളരെയധികം പ്രോട്ടീൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. പുള്ളിക്കാരൻ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിന്റെ ഒരു ബ്രാഞ്ച് കൊച്ചിയിൽ തുടങ്ങി, ബ്രെഡ് ബാസ്ക്കറ്റ്. ഇപ്പോഴും ഉണ്ട് കടവന്തരയിൽ, കൊച്ചിയിൽ. അപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങൾ പ്യുവറാണ്. ഈ അടുത്ത് ഞാൻ സോസ് തുറന്നപ്പോൾ, സുഹൃത്തുക്കളെ, സോസ് തുറന്നപ്പോൾ അതിനുള്ളിൽ പുഴു. ഒരു സോസ് ഞാൻ തുറന്ന് ഒഴിക്കാൻ നേരത്ത് നോക്കുമ്പോൾ അതിൽ പുഴു വന്നിരിക്കുക. ഞാൻ ആലോചിച്ച് ഈ സോസിൽ എങ്ങനെ പുഴു വരുന്നതെന്ന്. കാരണം അതിൽ പോലും എന്തില്ല, കേടാവാൻ വേണ്ടി പ്രിസർവേറ്റീവ്സ് ഇല്ല. അതിൽ പുഴു വന്നു. അതുപോലെ നമ്മുടെ കിട്ടുന്ന മസാല ആവട്ടെ, ചായ ആവട്ടെ, കോഫി ആവട്ടെ, എല്ലാം വളരെ പ്യുവറാണ്. ഈ പറഞ്ഞ ഞാൻ പറയല്ലേ, ഞാൻ RCMനെ എൻ്റെ ഒരു ഇരട്ട സഹോദരനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഈ കാലയളവിൽ മൊത്തം ഈ ഉൽപ്പന്നങ്ങളാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്താ പറയുക, രോഗിയായിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോകേണ്ട ഒരു സാഹചര്യം ഇന്നേ വരെ വന്നിട്ടില്ല. എൻ്റെ അച്ഛനും വന്നിട്ടില്ല, എൻ്റെ അമ്മയ്ക്കും വന്നിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം RCM ആണ്. RCM ആൻഡ് ഇറ്റ്സ് ഹെൽത്ത്. അത് യാതൊരു വിധത്തിൽ എന്താ സംശയമില്ല. അതുപോലെ തന്നെ ഹരിത സഞ്ജീവനി, ഞാൻ പറഞ്ഞു ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന പച്ചക്കറി, അതിലൊക്കെ ധാരാളമായിട്ട് വിഷമൊക്കെ അടിച്ചു വരുന്നതാണ്. ഹരിത സഞ്ജീവനി നമ്മളൊന്ന് അറിഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒരു കൂട്ടം പച്ചക്കറി. അതുപോലെ തന്നെ ന്യൂട്രീഷൻ ആവട്ടെ, ഇന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ PVMF യൂസ് ചെയ്യുന്ന ധാരാളമായിട്ട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഗാമ ഒറൈസിനോൾ യൂസ് ചെയ്യുന്നവരുണ്ട്. ഗുഡ് ഡോട്ട് ഉൽപ്പന്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടീൻ റിച്ച് ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ ത്രികാരയുടെ പഞ്ചതുളസി ആവട്ടെ, അതുപോലെ തന്നെ ഈ എന്താ പറയാ മധുസന്യ ആവട്ടെ, എല്ലാം നമുക്ക് എന്താണ് പ്രിവെൻഷൻ, ഒരു പ്രിവെന്റീവ് ആസ്പെക്ട് ആണ്. നമുക്ക് ഒരു ഹെൽത്തി, ഒരു നല്ല ആരോഗ്യം കിട്ടാനുള്ള ഒരു അവസരം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമുക്ക് ഹെൽത്തി ആയി നിൽക്കാനുള്ള ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം അതുണ്ടെങ്കിൽ അത് RCM മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എന്തെങ്കിലും ഒരു വ്യായാമം 30-40 മിനിറ്റ് ചെയ്യണം. പ്രൊമോഷൻ ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഞാൻ എല്ലാ മീറ്റിംഗ്സിലും രാജൻ സാറും പറയാറുണ്ട്. എല്ലാം ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട് സംസാരിക്കുന്ന എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ് വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ്, ദ മെയിൻ ഇതിലെ ഹാർട്ട് ഇതാണ്. സ്ട്രെസ് ഇല്ല നമ്മുടെ ലൈഫില്, നമ്മുടെ മുകളിൽ ബോസ് ഇല്ല. നമുക്ക് ഇതിലൂടെ വർക്ക് ചെയ്യുന്നതോടെ ഒരു കുറെ കാലം വർക്ക് ചെയ്യുന്നതോടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഒന്നാണ് ടൈം ഫ്രീഡം, രണ്ടാമത്തെയാണ് മണി ഫ്രീഡം. ഇത് രണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് എൻ്റെതും. എൻ്റെ അച്ഛനും ഞാനും അടങ്ങുന്ന ഈ ചെറിയ ഫാമിലി ഇത് എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഞങ്ങൾ ഈ അടുത്ത് 2 മാസം മുന്നേ യൂറോപ്പിൽ പോയിട്ടുണ്ടായി. 20 ദിവസം യൂറോപ്പിലായിരുന്നു, 20 ദിവസം. ആ കാലയളവിലാണ് അച്ഛൻ ഇന്നേ വരെ ഉണ്ടായാലും ഏറ്റവും ഹയസ്റ്റ് ടേൺ ഓവർ, ബിസിനസ് വൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ നടന്ന മാസം. ആ സമയത്ത് അച്ഛൻ കേരളത്തിലില്ല, ഞാനില്ല, അമ്മയില്ല, ആരും കേരളത്തിലില്ല. അതാണ് ഞാൻ പറഞ്ഞത് മണി ഫ്രീഡം. ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് ടൈം ഫ്രീഡം, നമുക്ക് ഫാമിലി ആയിട്ട് ആസ്വദിക്കാനും അതുപോലെ നമുക്ക്
കിട്ടുന്ന ആ ഒരു ടൈം ഫ്രീഡം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഫാമിലിയിൽ എന്തൊരു പ്രശ്നം വന്നാലും ഏറ്റവും ആദ്യം വിളിക്കുന്ന അച്ഛനെയാണ്. ഏറ്റവും ആദ്യം വിളിക്കുന്ന അച്ഛനെയാണ്. കാരണം യാതൊരു വിധത്തിലുള്ള എന്താ പറയുക, എവിടെയും ലീവ് എഴുതി കൊടുക്കേണ്ട കാര്യമില്ല, എവിടെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അച്ഛന് എന്താ പറയാ അവിടെ എത്തിച്ചേർന്നിരിക്കും. ഫാമിലി ഒരു പ്രശ്നമുണ്ടോ അച്ഛൻ അവിടെ എത്തിയിരിക്കും. കാരണം അച്ഛൻ എന്നും അവൈലബിൾ ആണ്. അവിടെ ആ ഒരു ടൈം ഫ്രീഡം അത് നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് നമ്മുടെ തലമുറ അല്ലെങ്കിൽ നമ്മൾ കാലങ്ങളായിട്ട് അഡിക്ഷൻ എന്താ പറയുക നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എല്ലാവരും പുകവലിക്കുന്നു, എല്ലാവരും ആൽക്കഹോൾ യൂസ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആർ സി എമ്മില് കുടുംബത്തിൽ അല്ലെങ്കിൽ ആർ സി എമ്മിലുള്ള ആൾക്കാർക്ക് ഒരു ഒറ്റ അഡിക്ഷനേ ഉള്ളൂ, സക്സസ്. അഡിക്ഷൻ ഓൺലി ടു സക്സസ്. എങ്ങനെയെങ്കിലും ലൈഫിൽ സക്സസ് ആവുക, അതിന് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആർ സി എം തന്നെയാണ്. യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ലതിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊന്ന് ആർ സി എമ്മിന് ചിന്തിക്കുക. ആർ സി എം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത്രയും ഉൽപ്പന്നങ്ങളും ഇത്രയും ഒരു പൊസിഷനിലോട്ട് ആർ സി എം എത്തി. ഇനി നമ്മൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ലൈഡാണിത്. നിങ്ങൾ ആലോചിക്കുക, 4 കോടി ആൾക്കാരിലോട്ട് ആർ സി എം ഇന്നേക്ക് എത്തി. ഒരു വരുന്ന ഒരു 5 അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ അത് 40 കോടിയാവും. ഗ്യാരണ്ടീഡ്. യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല, ഗ്യാരണ്ടീഡ് ആണ്. മോർ അസോസിയേറ്റ് ബയേഴ്സ് വിൽ ഡെഫിനറ്റ്ലി കം. ആർ സി എമ്മിൽ എന്തായാലും വന്നിരിക്കും. കാരണം ഉൽപ്പന്നങ്ങൾ അത്രയും ക്വാളിറ്റിയാണ്, ഉൽപ്പന്നങ്ങൾ ന്യായവിലക്കാണ്. ഇതാർക്കാണ് വേണ്ടാത്തത്? കസ്റ്റമേഴ്സ് ആയിട്ട് തന്നെ കുറെ കോടി ആൾക്കാരുണ്ടാവും. അത് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നവരുടെ എണ്ണവും കൂടും. അപ്പൊ മോർ അസോസിയേറ്റ് ബയേഴ്സ് വിൽ ഡെഫിനറ്റ്ലി കം ടു ആർ സി എം. സത്യം. മോർ ഇന്ത്യൻ ബ്രാൻഡ്സ് വിൽ അസോസിയേറ്റ് വിത്ത് ആർ സി എം. ഇന്ത്യൻ ബ്രാൻഡ്സ്, പുതിയ പുതിയ ഇന്ത്യൻ ബ്രാൻഡ്സുകൾ എന്ത് ചെയ്യും? ആർ സി എമ്മായിട്ട് അസോസിയേറ്റ് ചെയ്യും. കാരണം അവർക്ക് അടിപൊളി ഒരു ഉൽപ്പന്നമുണ്ട്, പക്ഷെ അത് സാധാരണക്കാരിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇടനിലക്കാരും പരസ്യത്തിനൊക്കെ വലിയ ചെലവാകും. പക്ഷെ ഇവിടെ ആർ സി എമ്മിൽ ഒരു ഉൽപ്പന്നം ഇറങ്ങിയാൽ നേരിട്ട് 4 കോടി ആൾക്കാരിലോട്ട് എത്തും. അതവർക്ക് മനസ്സിലാവും. അത് ഇനി വരുന്ന കാലഘട്ടത്തിൽ ധാരാളം ഇന്ത്യൻ ബ്രാൻഡ്സ് എന്ത് ചെയ്യും? ആർ സി എം ആയിട്ട് എന്താ പറയാ ടൈപ്പ് ആവും. അതുപോലെ തന്നെ ലേമാൻ നോളജ് ഓഫ് ആർ സി എം, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ആർ സി എമ്മിന്റെ ആ ഒരു പിക്ചർ മാറും. ആർ സി എം അത് നല്ലൊരു പ്രസ്ഥാനമാണ്, നല്ല ഉൽപ്പന്നങ്ങളാണ്. ഞാൻ ഇപ്പോഴും അതിന്റെ തവിടെണ്ണ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സാധാരണക്കാർ എനിക്ക് പറയാൻ പോകുന്ന വാക്കുകളായിരിക്കും ഇത്. ഞാൻ ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഞാൻ കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആള് വർക്കിംഗ് ഒന്നും അല്ല, പക്ഷെ ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുന്നത്, അതായത് സാധാരണക്കാരെ സംബന്ധിച്ച് ആർ സി എമ്മിന്റെ അറിവ് വർദ്ധിക്കുക. അത് നല്ലൊരു പ്രസ്ഥാനമാണ്, നല്ല ഉൽപ്പന്നങ്ങൾ തരുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് അവർ പറയും. അത് ഗ്യാരണ്ടീഡ് ആണ്. അതുപോലെ ഒരു വലിയ ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കും. ആർ സി എമ്മിലുള്ളവരാണ്, അവർ ഹെൽത്തി ആണ് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി, ഹെൽത്തി കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കിയിരിക്കുക. അതിൽ യാതൊരു വിധത്തിലുള്ള എന്തല്ല സംശയം നഹി. എല്ലാവരും ഇവിടെ വരുന്നവരെല്ലാവരും ഹെൽത്തി ആകും. നിങ്ങൾ ഈ ആലോചിച്ച് ഇത് പറഞ്ഞല്ല സത്യമാണോ അല്ലയോ? ഇനി വരുന്ന ഒരു 5-10 കൊല്ലത്തിനുള്ളിൽ നടന്നിരിക്കുന്നുള്ളത് ഗ്യാരണ്ടീഡാ. അതിന് രണ്ടാമതൊരു ചിന്തയില്ല. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതുപോലെ ഒരു ആർ സി എമ്മിന്റെ ഒരു വണ്ടർ വേൾഡ് വരുമോ? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇതുപോലെ ഒരു ആർ സി എമ്മിന്റെ വണ്ടർ വേൾഡ് വരാനുള്ള ചാൻസസ് ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ശരിക്കും ഒന്ന് ഇരുത്തി ചിന്തിക്കുക. എന്നാ ഞാൻ ഇതിന്റെ ഡിസൈൻ എങ്ങനെ ചെയ്തു വെച്ചാൽ, മുകളിലത്തെ നിലയിൽ ഞാൻ മൊത്തം എന്ത് ചെയ്യുക, ഒരു ടെക്സ്റ്റൈൽസ് അല്ലെ, നമ്മള് ഓണത്തിനും വിഷുവിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോകും? ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി വലിയ വലിയ സ്ഥലത്തൊക്കെ പോകും, വലിയ മാളുകളൊക്കെ പോകും. ഇനി നമ്മൾ വരുന്ന കാലഘട്ടത്ത് ഇതുപോലെ ആർ സി എമ്മിന്റെ മാള് വരും, ഗ്യാരണ്ടീഡ്. മുകളിൽ ഇതുപോലെ ഒരു അടിപൊളി ടെക്സ്റ്റൈൽ ഷോറൂം, താഴെ ഗുഡ് ഡോട്ടിന്റെ അടിപൊളി കഫേ, അതുപോലെ തന്നെ ന്യൂട്രിചാർജ് ആവട്ടെ, എല്ലാ സെഗ്മെന്റ്സിനും സെപ്പറേറ്റ് റൂം, ട്രെയിനേഴ്സിന് ഇരിക്കാൻ ഒരു റൂം, നമുക്ക് വലിയ പാർക്കിംഗ് സ്പേസ്, ഇതിൻ്റെ ഉള്ളിൽ ഒരു 500 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു മീറ്റിംഗ് ഹാള്. ഇത് എല്ലാം ഉള്ള ഒരു വലിയ ഒരു സംരംഭം. നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത് എല്ലാ ജില്ലയിലും ഇങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ, എല്ലാ ജില്ലയിലും ഇങ്ങനത്തെ ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, നിങ്ങളുടെ ടീമിനെ കൊണ്ട് ഇവിടെ ഒരു ദിവസം വരിക, അതിൻ്റെ ഉള്ളിലെ മീറ്റിംഗ് ഹാളിൽ മീറ്റിംഗ് നടത്തുക, അവിടുത്തെ ടെക്സ്റ്റൈൽസ് പർച്ചേസ് നടത്തുക, താഴത്തെ FMCG ഗുഡ് ഡോട്ട് കഫേ എന്ന് ഭക്ഷണം കഴിക്കുക. നിങ്ങൾ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് വരുന്നുണ്ടോ? മനസ്സിൽ വരുന്നുണ്ടോ? ഈ വിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞു 2005 അച്ഛൻ ജോയിൻ ചെയ്യുമ്പോൾ അച്ഛൻ ആർ സി എം ഇങ്ങനെ എത്തുമെന്നുള്ള ഒരു വിഷൻ അച്ഛനുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് സംബന്ധിച്ച് വിഷൻ വരണമെങ്കിൽ ഇതായിരിക്കണം ആ വിഷൻ. ആർ സി എമ്മിന്റെ ഇതുപോലത്തെ വണ്ടർ വേൾഡ്, അല്ലെങ്കിൽ അതിന്റെ പേരൊക്കെ അന്ന് മാറും. ഇത് വണ്ടർ വേൾഡ് എന്നായിരിക്കില്ല, ചിലപ്പോ വണ്ടർ വേൾഡ് എക്സിക്യൂട്ടീവ് എന്നോ എന്തെങ്കിലും ആയിക്കോട്ടെ. ബട്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം വരുമില്ല. നിങ്ങൾ ആ മനസ്സിൽ അതിനെ ശരിക്കും ഒന്ന് വിഷനോടെ എന്താ പറയാ പിക്ചറൈസ് ചെയ്യാം.
ഇതുപോലെ ധാരാളം പാർക്കിംഗ് സ്പേസ്. നമുക്ക് ആലോചിക്കും, ഇതൊക്കെ ഇതിന് ചുറ്റും ഇത്രയധികം സ്പേസ് ഉണ്ട്. റാലിക്ക് നമ്മൾ ഇനി വേറെ റോട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ രൂപാന്തര യാത്ര പോലത്തെ റാലിക്ക് നമുക്ക് ഇതിന്റെ ചുറ്റും കടന്ന് ഇങ്ങനെ കറങ്ങാം. നിങ്ങൾക്ക് ആ ഒരു വിഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ സുഹൃത്തുക്കളെ? ആർസ്യം ഇത് ഇങ്ങനെ വളർന്നിരിക്കും, ഇതിൽ യാതൊരു വിധത്തിലുള്ള സംശയം ഇല്ല. എല്ലാം ജില്ലയിൽ ഇതുപോലെ ലുലു മാൾ എല്ലാം ജില്ലയിൽ വരുന്ന പോലെ നമുക്ക് RCMന്റെ ഇതുപോലത്തെ വലിയ വലിയ മാളുകൾ വരും, അത് ഗ്യാരണ്ടീഡാ. അതിനുള്ള ഒരു പ്ലാനിങ് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏത് കൊല്ലം അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് മാത്രം. കാരണം ഒന്ന് ആലോചിക്കുക, മുകളിലത്തെ നില മൊത്തം ടെക്സ്റ്റൈൽസ്, താഴെ FMCG, ഫുട്വെയർ, എല്ലാത്തിനും വേറെ വേറെ സെക്ഷൻസ്, അതുപോലെ ഓരോ സെഗ്മെന്റിനും ഓരോ റൂമൊക്കെ കൊടുത്ത് ഇതുപോലെ ഒരു വലിയ സംരംഭം തുടങ്ങാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു 3-4 കൊല്ലത്തിന്റെ സമയം മതി. നിങ്ങൾ ഇതിലോട്ടൊരു വിഷൻ നിങ്ങളോട്ട് എത്തിക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സ്ലൈഡ്. ഇന്ന് RCMല് ഒരു പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ സുരേന്ദ്ര ഭട്ട് സാറ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന ഒരു ഹാബിറ്റ് ട്രാക്കർ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇത് നിങ്ങളൊരു ശീലമാക്കുക, നിങ്ങളുടെ ടീമിലുള്ളവരെല്ലാവരും ഇത് ശീലമാക്കുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം, 1 തൊട്ട് 31 ദിവസം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാ ദിവസവും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ ടീമിലോട്ട് പുതിയതായിട്ട് എത്ര ആൾക്കാർ വരുന്നു, അതാണ് ഫസ്റ്റ്. ന്യൂ നെയിംസ് ആഡഡ് ടു ദ ലിസ്റ്റ്. പ്രോസ്പെക്ട്സ് കോൾഡ് ഓർ അപ്പോയിന്റ്മെന്റ്സ്, നമ്മളെ പുതിയ ആയിട്ടുള്ള ആൾക്കാരെ എത്ര പേര് കാണുന്നു, എത്ര പേര് സംസാരിക്കുന്നു, അതാണ് പ്രോസ്പെക്ട്സ് കോൾഡ് ഓർ അപ്പോയിന്റ്മെന്റ്സ്. അതുപോലെ എത്ര സ്ഥലത്ത് നമ്മൾ പ്ലാൻ പ്രസന്റ് ചെയ്തു, പ്രോഡക്റ്റ് പ്രസന്റേഷൻ നടത്തി, അതാണ് 3-ാമത്തേത്. അതുപോലെ സെയിൽസ് അല്ലെങ്കിൽ എത്ര PV നമ്മൾ സെയിൽസ് നടത്തുന്നു ഒരു മാസം, അതാണ് 4-ാമത്തെ കോളം. എത്ര മീറ്റിംഗ്സ് നമ്മൾ അറ്റൻഡ് ചെയ്തു, എത്ര ഓഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് നമ്മൾ കാണുന്നു, അതാണ് 5-ാമത്തെ കോളം. അതുപോലെ ഒരു പുസ്തകം വായിക്കുന്നു. ഇങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ ഡെയിലി എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്യാം. ഇത് വളരെ സിമ്പിളാ. ഇന്ന് ഏതൊരു ചെറുപ്പക്കാരന് വരുമ്പോൾ RCMല് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് സിമ്പിൾ വേ ഇത് നമ്മൾ എന്താക്കുക, ഒരു ശീലമാക്കുക. ഹാബിറ്റ് ട്രാക്കർ നിങ്ങൾ ടീമിൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നു എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തിയാൽ തന്നെ ഇതിൽ നിങ്ങളെ തന്നെ വിലയിരുത്താൻ പറ്റും. ഇതിന്റെ ന്യൂ നെയിംസ് ആഡഡ്, അതിൽ ആദ്യത്തെ കോളത്തിൽ ഒരു ദിവസം, അതായത് മാസത്തിലെ 1-ാം തീയതി 2 പേര് ജോയിൻ ചെയ്തു, പക്ഷെ 2-ാം തീയതി ആരും ജോയിൻ ചെയ്തില്ല, അപ്പൊ 0 ഇടാം. മൂന്നാം തീയതി ഒരാൾ ജോയിൻ ചെയ്തു, 1 ഇടാം. അങ്ങനെ നിങ്ങൾ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കാം, ഒരു മാസം എത്ര പേര് ജോയിൻ ചെയ്തു, എത്ര പേര് ഞാൻ വിളിച്ചു, എത്ര പേരോട് ഞാൻ പ്ലാൻ പ്രസന്റ് ചെയ്തു, എത്ര സെയിൽസ് ഞാൻ നടത്തി, എത്ര മീറ്റിംഗ് അല്ലെങ്കിൽ ഓഡിയോ ഞാൻ കേട്ടു. നിങ്ങളെ വിലയിരുത്താം. ഇത് നടക്കുന്നുണ്ട്, നിങ്ങളുടെ ടീമിന് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഗ്യാരണ്ടീഡാണ്. നിങ്ങളുടെ ടീം വളർന്നിരിക്കും, അതിൽ യാതൊരു വലിയ സംശയവുമില്ല. ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ എന്ത് ചെയ്യുക, ഒരു ശീലമാക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RCM വളരാനുള്ള കാര്യങ്ങളാണ് ഞാൻ കുറച്ചു മുമ്പ് ഷെയർ ചെയ്തത്. ഇനി ഒരു ഡോക്ടർ എന്ന രീതിയിൽ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ ഹെൽത്തിനെ പറ്റിയിട്ട് എനിക്ക് ഞാൻ വളരെ കൺസേൺഡ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങളെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ ഭക്ഷണക്രമത്തിൽ വരുന്ന ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അന്നജം ഇനി എന്ത് ചെയ്യുക, കുറയ്ക്കുക. ചോറ്, ചപ്പാത്തി മുഖേന എല്ലാം ഉള്ള അന്നജം കുറയ്ക്കുക. നല്ല പച്ചക്കറി കഴിക്കാൻ തുടങ്ങുക. പിന്നെ പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ ധാരാളമായിട്ട് കഴിക്കുക. ഞാൻ ഇതെല്ലാ മീറ്റിംഗ്സിലും പറയാറുള്ളതാണ്. എന്ത് ചെയ്യുക, ലോ കാർബ് ഡയറ്റ് ഫോളോ ചെയ്യുക, ഫൈബർ റിച്ച് ഫുഡുകൾ കഴിക്കുക, പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ ശീലമാക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറുണ്ണുമ്പോൾ ഞങ്ങളുടെ പ്ലേറ്റിൽ മെയിൻ ആയിട്ട് ഞങ്ങൾ കഴിക്കുന്നത് പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. ചോറ് എന്താണ്, ഒരു സൈഡ് ഡിഷ് മാത്രമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ശീലമാക്കുക. പിന്നെ രണ്ടാമത്തത്, മിനിമം എക്സസൈസ് 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് എക്സസൈസ് ചെയ്യുക. അതിന് ഞാൻ ബെസ്റ്റ് എല്ലാവരോടും പറയുന്ന ഒരു എക്സസൈസ് ആണ് എന്ത് ചെയ്യുക, സ്റ്റെപ്പ് കയറി ഇറങ്ങുക. സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, കയറി ഇറങ്ങുക. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും മിനിമം ഇത്രയെങ്കിലും ചെയ്യുക. നിങ്ങളുടെ ലോവർ മസിൽസിന് സ്ട്രോങ് ആവും, കുറച്ചും കൂടി ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഈ വ്യായാമം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നടന്നിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടണം. യുവർ ഹാർട്ട് ഷുഡ് ബീറ്റ്, എന്താ പറയുക, ഒരു 90 അല്ലെങ്കിൽ 100 ബീറ്റ്സ് എങ്കിലും അടിക്കുന്ന രീതിയിൽ ഹാർട്ട് ബീറ്റ് കൂടണം. അപ്പോൾ എക്സസൈസ് എന്ത് ചെയ്യുക, ഒരു ശീലമാക്കുക. അതുപോലെ ആന്റി ഓക്സിഡൻസ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്തുക. ദ ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് നമ്മുടെ കയ്യിലുണ്ട്, ഗാമ ഒറൈസനോൾ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾ ലക്കിയാണ്, നിങ്ങൾ ലക്കി പീപ്പിൾ ആണ്. ഞാൻ പറയും, നിങ്ങൾ ലോട്ടറി എടുത്തോ. കാരണം ഗാമ ഒറൈസനോൾ ഇന്ന് ഇന്ത്യയിൽ 140 കോടി ആൾക്കാരിൽ വെറും 4 കോടി ആൾക്കാരോട് മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പം അത്രയും ലക്കിയാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ലോട്ടറി എടുത്തോളെ. അതുപോലെ തന്നെ റൈസ് ബ്രാൻ ഓയിൽ എന്ത് ചെയ്യുക, കൾച്ചറാക്കുക. രാവിലെ 1 സ്പൂൺ കഴിക്കുക.
റൈസ് ബ്രാൻ ഓയിൽ നിങ്ങൾ ഇന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. വേറെ ഇത് ഇങ്ങനെ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയോ, ഈസ് റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ ഞാൻ രാവിലെ എന്നും 5 ml കഴിച്ചാൽ എന്താണ് ബെനിഫിറ്റ് എന്ന് അതുപോലെ തന്നെ ഗൂഗിളോട് ചോദിച്ചു നോക്കൂ. ഗൂഗിൾ ഇന്ന് അടിപൊളി എന്താ പറയാ മറുപടി നിങ്ങൾക്ക് തിരിച്ചു തരും. ഇത് കഴിക്കുന്ന മൂലം നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയും, അതിൽ ഒറേസനോൾ എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗൂഗിൾ ഇന്ന് പറഞ്ഞു തരും. അപ്പോൾ എന്ത് ചെയ്യുക, റൈസ് ബ്രാൻ ഓയിൽ ഒരു കൾച്ചറാക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് ലൈഫിൽ നിന്ന് എടുത്ത് കളയുക. ഇതുപോലെ ഒരു കൂട്ടായ്മയിൽ വരുമ്പോൾ നിങ്ങളുടെ മെന്റൽ ഹെൽത്തും നിങ്ങൾ ഹാപ്പി ആകും. അത് ഗ്യാരണ്ടീഡ് ആണ്, അതിൽ യാതൊരു വലിയ സംശയവുമില്ല. അതന്നെ ഞാൻ പറഞ്ഞ 5 വർഷം മുമ്പ് ഞാൻ കണ്ട ആൾക്കാർ 5 വർഷത്തിന് ശേഷം 5 വയസ്സ് കുറഞ്ഞു. അത് സത്യമാണ്. അതിന് മെയിൻ കാരണം അവരുടെ ലൈഫിൽ സ്ട്രെസ് ഇല്ല, ഹാപ്പിനെസ് വന്നു. അതുപോലെ തന്നെ അഡിക്ഷൻസ് ഒന്നും പാടില്ല, അത് ആർസിം കമ്മ്യൂണിറ്റിയിൽ ഇല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8 മണിക്ക് ശേഷം ഭക്ഷണം നിങ്ങൾ കഴിക്കാതെ ശ്രദ്ധിക്കുക. ഈ ടിപ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫില് ത്രൂ ഔട്ട് മരണം വരെ ഇമ്പാർട്ട് ചെയ്യുക. നിങ്ങൾ ഹെൽത്തി ആയിരിക്കും, ഗ്യാരണ്ടീഡ്. അപ്പൊ ഇത്രയും ആണ് എനിക്ക് നിങ്ങളോട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. എന്താ പറയാ, വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറയാ, കേരള സൂം പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇത്രയും ഓഡിയൻസിനോട് ഞാൻ ഈ ഒരു എന്റെ ഒരു കോൺസെപ്റ്റ് ഇതായിരുന്നു. ആർസിഎം ഒരു കമ്പാരിസൺ വരുത്തണം ഇന്നത്തെ സാഹചര്യത്തിലുള്ള. എന്താ പറയാ, നമുക്ക് സത്യം പറഞ്ഞാൽ എന്നെ വളരെയധികം സങ്കടമുണ്ട്. എന്റെ കുറെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും വിദേശത്തോട്ട് പോകുന്നു, എല്ലാവരും പൈസയുടെ പിന്നാലെ നെട്ടോട്ട് ഓടുന്നു. അങ്ങനെ എല്ലാവരും എന്താ പറയാ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് ഈ ഒരു സാഹചര്യത്തിൽ. എനിക്ക് എന്റെ ഒരു ഫ്രണ്ട്സിന്റെ ഒക്കെ എനിക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റുന്നില്ല. കാരണം ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും നമ്മൾ എത്ര ആർസിഎം പറഞ്ഞാലും അവർ കേൾക്കില്ല. സത്യമാണോ അല്ലയോ? അതെ, അവർ ഒട്ടും കേൾക്കില്ല. ഏറ്റവും കൂടുതൽ നമ്മളെ എതിർക്കാൻ പോകുന്നത് അവർ തന്നെ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ എന്താ പറയാ, ഏറ്റവും കൂടുതൽ പിള്ളേരാണെങ്കിലും ശരി എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. അതിന് ഏറ്റവും സിമ്പിൾ സൊല്യൂഷൻ അത് ആർസിഎം ആണ്, അതിൽ ഗ്യാരണ്ടീഡ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെയധികം ലക്കിയാണ്, ഒന്നും പറയാനല്ല. ലക്കി പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ലക്കിയസ്റ്റ് പീപ്പിളില് കുറച്ചു പേരാണ് നിങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് 100% ഹൃദയത്തോടെ എടുത്ത് നിങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുക. ഇതിൽ പരം നന്മ ലോകത്തില്ല. നിങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതോടെ ആൾക്കാർക്ക് നല്ല ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നു, അവർക്ക് ചെലവ് കുറയ്ക്കാനുള്ള അവസരം കൊടുക്കുന്നു, അവർക്ക് വരുമാനത്തിന് ഒരു മാർഗം കൊടുക്കുന്നു. ഇതിൽ പരം വേറെ ഒരു പരിപാടി ഇന്ന് ഇന്ത്യയിൽ ഇല്ല. ഈ ഒരു കൂട്ടായ്മയിൽ ഞാൻ പറഞ്ഞ എല്ലാവരും വളരെ സ്ട്രെസ് ഫ്രീ ആണ്, വളരെ ഹാപ്പിയാണ്, വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സാഹചര്യത്തിൽ നിങ്ങൾ ഏറ്റവും ഹെൽത്തി ആയിരിക്കും, അത് ഗ്യാരണ്ടീഡ് ആണ്. അപ്പൊ എല്ലാവരും ഇത് ലൈഫിൽ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇതിന്റെ എന്താ പറയാ എല്ലാം ഈ ഒരു പറഞ്ഞ എല്ലാ അവസരങ്ങളും ലഭിക്കട്ടെ. എല്ലാ ലീഡേഴ്സിനും എന്താ പറയാ അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. കാരണം അവരാണ് ഈ ആർസിഎം ഈ ഒരു പൊസിഷനിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു വിഷൻ, ഞാൻ പറഞ്ഞ നേരത്തെ ആ വിഷൻ നിങ്ങൾക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റണം. ആർസിഎമ്മിന്റെ ആ ഒരു മാള് വരുന്ന അതുപോലത്തെ ഒരു പിക്ചറൈസേഷൻ നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷൻ ശരിക്കും നമുക്ക് കൊണ്ടുവന്നത് നമ്മുടെ ലീഡേഴ്സാണ്. ആ ലീഡേഴ്സ് നമ്മുടെ സഫയർ മൂർത്തി സാറ് മുതൽ എല്ലാ ലീഡേഴ്സിനും നമ്മൾ എന്ത് ചെയ്യുക, നന്ദി പറയാം. കാരണം അവർ ഇതുപോലെ ഒരു ഹൈവേ നമുക്ക് വേണ്ടി പണിഞ്ഞു വെച്ചേക്കുകയാണ്. ജസ്റ്റ് വി ഹാവ് ടു ഡ്രൈവ്, നമുക്കതിൽ വണ്ടി ഇരുന്ന് ഓടിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും എന്താ ആശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച് ബ്ലെസ്ഡ്. താങ്ക് യു. ജെ ആർസിഎം.